പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി സമയം പതിവായി ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലും രാത്രി 9 മണിക്ക് നടത്തി വരുന്ന ചർച്ചകളുടെ ഭാഗമായി ഈ രാത്രിയിൽ JCNDSയുടെ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെ ശ്രവിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളായ എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ ഞങ്ങൾ ഈ കൂട്ടായ്മയിലേക്കും ഈ പ്രോഗ്രാമിലേക്കും സ്വാഗതം ചെയ്യുന്നു. ഈ രാത്രിയിൽ സവിശേഷമായ ഒരു വിഷയവുമായി ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയും അതുമായിട്ട് ബന്ധപ്പെട്ട ചില സംഭവങ്ങളുമാണ് ഞങ്ങൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും, ഒരുപക്ഷെ കേരളത്തിലെ എല്ലാവർക്കും, ആത്മീയർക്കും അനാത്മീയർക്കും സുപരിചിതനായ കൊട്ടാരക്കരയിലുള്ള ജീസസ് എലൈവ് അല്ലെങ്കിൽ എൽഷദായി മിനിസ്ട്രീസിന്റെ ഉടമസ്ഥൻ, ഞാൻ ഉടമസ്ഥൻ എന്ന് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ശുശ്രൂഷകൻ എന്ന് പറയുന്നില്ല, അതിന്റെ പ്രൊപ്പറേറ്ററായ അതിന്റെ ഉടമസ്ഥൻ കഴിഞ്ഞ ദിവസം സ്വർഗത്തിൽ നിന്ന് കർത്താവ് അദ്ദേഹത്തോട് സംസാരിച്ചതായി റെക്കോർഡ് ചെയ്ത് സഭയിലുള്ള ആളുകളെ കേൾപ്പിച്ച ഒരു ഓഡിയോ മെസ്സേജിനെ തുടർന്ന് കേരളത്തിൽ ഒട്ടുമിക്ക ആത്മീയ മണ്ഡലത്തിലുള്ളവരും അനാത്മീകരുമായവരെല്ലാം അദ്ദേഹത്തെ ഇപ്പോൾ എയറിൽ നിർത്തിയിരിക്കുകയാണ്. താഴെ ഇറങ്ങാനുള്ള ഒരു സാവകാശം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്തരം അവസ്ഥകൾ ഇത്തരം ആത്മീയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാകുന്നത്? ഇനി അദ്ദേഹം എന്തെല്ലാം സോറി പറഞ്ഞാലും ഇനി അത് വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം അദ്ദേഹം സ്വയം തന്നെ അവകാശപ്പെടുത്തുന്നത് ഒരു വീഡിയോയുടെ ഒരു ചെറിയ ക്ലിപ്പിന്റെ ഒടുവിൽ, ഞാൻ പറഞ്ഞാൽ വിസ വരുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ നിന്റെ അനുഗ്രഹം ഞാൻ റദ്ദ് ചെയ്യും, ഐ ക്യാൻസൽ യുവർ പ്രോസ്പെരിറ്റി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് കേട്ടു. ഐ ആം ആൻ അപ്പോസ്തലൻ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു അപ്പോസ്തലനാണ് എന്നാണ് പറഞ്ഞത്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കാണുന്ന അപ്പോസ്തലന്മാരെ കുറിച്ച് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 3-ാമത്തെ അധ്യായം 13 മുതൽ ഉള്ള വാക്യത്തിൽ അപ്പോസ്തലന്മാരെ ആയിരിക്കാൻ വേണ്ടി ദൈവം കർത്താവ് യേശുക്രിസ്തു വിളിക്കുന്ന ചില കാര്യങ്ങൾ അവിടെ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്. അവൻ തനിക്ക് ബോധിച്ച ചിലരെ തന്റെ അടുക്കൽ വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അപ്പോസ്തലത്വം എന്ന് പറയുന്നത് കർത്താവിന്റെ സോൾ ഡിസ്ക്രിഷൻ പ്രകാരം, കർത്താവിന്റെ സ്വന്തം അധികാരത്തിലും ഇഷ്ടപ്രകാരം കർത്താവ് തെരഞ്ഞെടുക്കുന്നവരാണ്. കർത്താവിന്റെ വേല ചെയ്യാൻ വേണ്ടി കർത്താവ് തെരഞ്ഞെടുക്കുന്നവരാണ് അപ്പോസ്തലന്മാര്. അപ്പോസ്തലൻ എന്ന വാക്ക് ബൈബിൾ നമ്മൾ പുതിയ നിയമത്തിൽ 81 പ്രാവശ്യമാണ് അപ്പോസ്തലൻ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത്. എബ്രായ ലേഖനക്കാരൻ സ്വർഗത്തിൽ നിന്നും അയക്കപ്പെട്ട മെസ്സിഹ എന്നുള്ള നിലയിൽ യേശുവിനെയും അപ്പോസ്തലൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത് കാണാൻ സാധിക്കും. എന്നാൽ പഴയ നിയമത്തിലും അപ്പോസ്തലത്വമുണ്ട്. എന്നാൽ അപ്പോസ്തലൻ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടില്ല. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ തന്നെയാണ് പഴയ നിയമത്തിൽ പ്രവാചകന്മാർ ചെയ്തിട്ടുള്ളത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അപ്പോസ്തലത്വത്തിന്റെ ഞാൻ മനസ്സിലാക്കുന്ന വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം പഴയ നിയമം മുഴുവൻ സംസാരിക്കുന്നത് തന്റെ ജനമായ ഇസ്രായേലിനോട് മാത്രമാണ്. അവിടെ അവരെ കറക്റ്റ് ചെയ്ത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ തന്റെ ജനത്തോട് സംസാരിച്ച് അവരെ കറക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ദൈവം അപ്പോസ്തലത്വം പ്രവാചകത്വവും അടങ്ങിയ ഒരു കോമ്പിനേഷൻ മിനിസ്ട്രിയാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോ ദൈവം അവരെ അയച്ചു. അപ്പം അവരുടെ വായിൽ ദൈവത്തിന്റെ വചനവും കൊടുത്തു. അപ്പൊ അവരോട് ആ ഒരു പ്രത്യേക ജനതയോട് സംസാരിക്കുന്ന അവിടെ ദൈവം തനിക്ക് ഇഷ്ടമുള്ള ആളുകളെയാണ് ദൈവം പ്രവചനമായ ശുശ്രൂഷയിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ പലരെയും ദൈവം തെരഞ്ഞെടുത്തത് ജനനം മുതൽ പ്രവാചകൻ എന്നുള്ളതാണ്. യിരെമ്യാ ഒക്കെ പറയുന്നതിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദൈവം എന്നെ പ്രവാചകത്തിന് അഭിഷേകം ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള പ്രവചനത്തിന് വേണ്ടി ദൈവം തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം തനിക്ക് ബോധിച്ച വ്യക്തികളെയാണ് പ്രവചനത്തിന് വേണ്ടി അല്ലെങ്കിൽ അപ്പോസ്തലത്വത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്നത്. അപ്പോസ്തലത്വം എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവൻ, പ്രേഷിതൻ എന്നൊക്കെ ഉണ്ട്. നമുക്കറിയാം യേശുക്രിസ്തു തെരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരെ കൂടാതെ അപ്പോസ്തലത്വം ഉള്ളതായി എഫേസ്യ ലേഖനം 4:11 നമ്മൾ വായിക്കുന്നുണ്ട്.
അപ്പൊ ഈ അപ്പോസ്തലത്വത്തിന്റെ പർപ്പസ് എന്താണെന്ന് എഫേസ്യർ 4, 12, 13, 14 വാക്യത്തിൽ സഭയുടെ ആത്മീയ പോഷണത്തിന് അല്ലെങ്കിൽ സഭ എഡിഫിക്കേഷൻ ഓഫ് ദ ചർച്ച് എന്ന സഭയുടെ വളർച്ചയ്ക്ക് പോഷണത്തിന് വേണ്ടിയാണ്. അത് പാസ്റ്ററുടെ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ വളർച്ചയ്ക്കോ അല്ലെങ്കിൽ അവരുടെ പ്രോസ്പെരിറ്റിക്കോ അല്ല എന്ന് നമുക്ക് വായിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന തന്നോടുകൂടി ആയിരിക്കേണ്ടതിനും എവിടെ എന്തിനാ കർത്താവിനോടുകൂടി ആയിരിക്കുന്ന ആളായിരിക്കണം അപ്പോസ്തലൻ. പാളി ചോദിക്കുമ്പോ കർത്താവ് ഇവിടെ ഇല്ലല്ലോ, ആമേൻ എന്ന് വെച്ചാൽ 3 വർഷം കർത്താവ് ഉണ്ടായിരുന്നപ്പോ കൂടെ ഇരിക്കുക എന്നുള്ളതല്ല. കർത്താവ് അന്നും എന്നും എന്നേക്കും അരണ്യന. അപ്പൊ ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ദൈവാത്മ അവനോട് ചേർന്ന് ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ദൈവത്തോടുകൂടെ നടക്കുന്നവനാണ് അപ്പോസ്തലൻ. പിന്നെ അവനെ അയക്കുന്ന പ്രസംഗിക്കാൻ വേണ്ടി അയക്കുക, ഒരാലയത്തിൽ പ്രസംഗിക്കാനല്ല. അപ്പോസ്തലന്മാരെ അയച്ചത് നമുക്ക് അപ്പോസ്തലത്വം വായിക്കുമ്പോൾ അവരെ പല പട്ടണങ്ങളിലേക്ക് കർത്താവ് അയക്കുമ്പോൾ നിങ്ങൾ ഒരു ജോഡി ഉടുപ്പല്ലാതെ മറ്റൊന്നും കൊണ്ടുപോകരുത്, മടിയിൽ പൈസയോ സഞ്ചിയിൽ മറ്റ് ഭക്ഷണ സാധനങ്ങളോ ഒന്നും കൊണ്ടുപോകരുത്. നിങ്ങൾ പോകുന്നിടത്തെല്ലാം ചെന്ന് അവിടെ ആ ഭവനത്തിന് വന്ദനം പറയുക. ആ വന്ദനം, ആ സമാധാനം, അവിടെ ആ സമാധാനപുത്രൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പാർക്കുക, ഇല്ലെങ്കിൽ കാലിലെ പൊടി തട്ടിയിട്ട് പോരുക. അവിടെയൊന്നും ഒരു മോണിറ്ററി ബെനിഫിറ്റിനെ കുറിച്ച് പറയുന്നില്ലെന്ന് മാത്രമല്ല, നിങ്ങളൊന്നും കൊണ്ടുപോകരുതെന്ന് പറയുക. അപ്പോ അപ്പോസ്തലന്റെ അടയാളങ്ങൾ, അവിടെ പറയപ്പെട്ടിരിക്കുന്ന അടയാളങ്ങൾ ഒന്നും ഇന്നത്തെ നവീന അപ്പോസ്തലത്വം പ്രസ്താവിക്കുന്ന ആരുടെ ഇടയിൽ നമുക്ക് കാണുന്നില്ല. പിന്നെ അവർ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കാനും രോഗികളെ സൗഖ്യമാക്കുവാനുമുള്ള വരവും അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അപ്പോസ്തലത്വത്തിന്റെ അടയാളങ്ങളൊന്നും ഇന്നത്തെ മോഡേൺ സോകോൾഡ് ഞാൻ തന്നെ അപ്പോസ്തലൻ എന്ന് അവകാശപ്പെടുന്ന ആരിലും നമ്മൾ കാണുന്നുമില്ല. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത്. ഈ വീഡിയോ തുറന്ന് കണ്ടതിന് ശേഷം എനിക്ക് എന്നോടൊപ്പം പാനലിലുള്ള ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ ജോയ് പാസ്റ്റർ ഉണ്ട് കൊച്ചിയിൽ നിന്നും. ആ ബഹുമാനപ്പെട്ട കർത്താവിന്റെ ദാസൻ ബ്രദർ വിൽസൺ ദുബായിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇറാഖിൽ ജോലി കൊണ്ടിരുന്ന ബ്രദർ ഗീവറീസ് ഇവിടെ കേരളത്തിൽ കോട്ടയത്ത് നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇതിന്റെ കാര്യങ്ങളെ നിർവഹിച്ചുകൊണ്ട് ബ്രദർ സൈമൺ ഷാർജയിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോ നമുക്ക് അല്പസമയത്തിന് ശേഷം ഒരു 2-3 വീഡിയോ ക്ലിപ്പുകൾ ഒരുപക്ഷെ കേൾക്കാത്തവർക്ക് കേൾക്കേണ്ടതിനും അതിനെ ആസ്പദമാക്കി ചില ചോദ്യങ്ങൾ ചോദിച്ച് ചില ചർച്ചകളിലേക്ക് കടക്കേണ്ടതിനും തുടർന്ന് ഞങ്ങൾ 1-2 വീഡിയോകൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. കാശ് കൊടുക്കരുത്, ടൈത്ത് കൊടുക്കരുത് എന്നൊക്കെ ഇതിനകത്ത് നിന്നോണ്ട് അടിച്ചിറക്കുന്നവനുണ്ടെങ്കിൽ I cancel your prosperity in the name of Jesus. Amen. I block it there. I am an apostle. ഞാൻ പറഞ്ഞാൽ വിസ വരുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ, my word is powerful. ഒക്ടോബർ മാസം ഞാൻ ഒന്ന് പ്ലേ ചെയ്തോട്ടെ. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ച് റെക്കോർഡ് ചെയ്ത് വെച്ച് ഇതിനകത്ത്. കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ലിസൺ, ഇത് കേട്ട് കഴിയുമ്പോൾ കൈയടി വരത്തില്ല, അതുകൊണ്ട് ഇപ്പൊ അടിച്ചോ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു, ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. ചർച്ച് പണിയാനുള്ള രൂപ എല്ലാം ഉണ്ട്, അത്രയേ ഉള്ളൂ വ്യത്യാസം. അത് അവരുടെ കയ്യില്. നമുക്ക് വേണ്ടി ചർച്ച് പണിയുന്ന ഈ മനുഷ്യന് വേണ്ടി നമ്മളെല്ലാവരും നമ്മുടെ ഡിസംബർ മാസത്തെ വരുമാനം മുഴുവൻ, ശമ്പളം മുഴുവൻ അദ്ദേഹത്തെ എത്തിക്കാം. ഞാൻ ഒരു ചലഞ്ച് ചെയ്യുകയാണ്. എത്ര കോടിയാ വേണ്ടിയേ? ഇനി ചർച്ചിന് ഏകദേശം 8 കോടി രൂപയുടെ 8 കോടി രൂപ വലിയ കാര്യമാണ്. നിങ്ങളെല്ലാവരും കൂടെ ഒരു മാസത്തെ പണം അദ്ദേഹത്തെ ഏൽപ്പിക്കാറുണ്ട്. എൻ്റെ ഓൺലൈനിൽ കാണുന്നവർ നിങ്ങൾ ഒരു മാസത്തെ പണം അദ്ദേഹത്തിന് കൊടുക്കാമെങ്കിൽ നിങ്ങൾക്കത് നഷ്ടമാകത്തില്ല. ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. I receive it this angle. I receive it in the name of Jesus. ദൈവം അത് ചെയ്യും. അങ്കിൾ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ചെയ്യും. ഞാനത് സ്വീകരിച്ച് ഞങ്ങളും ഈ ജനവും, ഞാനും എൻ്റെ ജനവും, ഞാനും ഈ കൂട്ടവും, ഇപ്പോൾ എന്നെ കാണുന്ന, എന്നെ വാച്ച് ചെയ്യുന്നവരും ഇത് സ്വീകരിച്ച് കർത്താവിന് നന്ദി പറയുന്നു. ഈ 1 രൂപ കോടികളാക്കി ദൈവം സഭ പണിയാൻ
ആലയം പണിയാൻ, ചർച്ച് പണിയാൻ, യഹോവയ്ക്കൊരു ആലയം പണിയാൻ ദൈവം സഹായിക്കും. ഞാൻ വിശ്വസിക്കുന്നു, ഞാനത് സ്വീകരിച്ച് നന്ദി പറയുന്നു. ഈ സഭ അന്ത്യോക്യ സഭയാണ്. ആമേൻ. യെരുശലേമിലെ സഭയല്ല, അന്ത്യോക്യ സഭയാണ്. ആമേൻ. ഇത് സംഭവിക്കട്ടെ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വീഡിയോ 3 വീഡിയോകളുടെ ഒരു കോമ്പിനേഷൻ വീഡിയോ ആണ് നമ്മൾ കേട്ടത്. അപ്പോ ഇതിനകത്ത് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്, ഞങ്ങളുടെ പാനലിസ്റ്റുകളോട് ചോദിക്കുവാനുള്ളത്, ഒന്നാമത്തെ കാര്യം, കർത്താവിന്റെ അപ്പോസ്തലന്മാര് അവര് ഭൗതികമായ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രസ്താവനകൾ നടത്തിയതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുമോ? മാത്രമല്ല, ഈ ആലയം പണിയാൻ വേണ്ടി പണം കൊടുക്കുക എന്ന് പറയുമ്പോൾ ദൈവസഭ എന്ന് പറയുന്നത് ബൈബിളിൽ അപ്പോസ്തല പ്രവർത്തികൾ മുതൽ കാണുന്നതിൽ എവിടെയെങ്കിലും ആദിമ സഭ ബിൽഡിംഗ് കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ശുശ്രൂഷയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഭാവികാല പ്രഡിക്ഷനോ വരും കാലത്ത് ഇങ്ങനെ സഭകൾ വലിയ കെട്ടിടങ്ങളിലേക്ക് പോയി ഉണ്ടാക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതായ എന്തെങ്കിലും കാര്യങ്ങൾ തിരുവെഴുത്തുകളിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം ബ്രദർ ബിൽസനോടാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വളരെ ദുഃഖം നൽകുന്ന ഒരു കാര്യമാണ് ഈ ഇങ്ങനത്തെ ആൾക്കാരെ വിമർശിക്കുക എന്നുള്ള കാര്യം നമ്മൾ കാണുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ആൾക്കാരെ വിമർശിക്കുക കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കർത്താവായ യേശു ക്രിസ്തു ആദ്യം തന്റെ അപ്പോസ്തലന്മാരിൽ കൂടെ പുറപ്പെടുവിച്ച സുവിശേഷം അത് ഇന്നത്തെ ആൾക്കാർക്ക് വെളിപ്പെടണം. അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. ആരെയും അപമാനിക്കാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിഹത്യ ചെയ്യാനോ ഒന്നുമല്ല ഞങ്ങൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാണുന്നവര്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഗ്രൂപ്പിൽ വന്ന് പല വീഡിയോസ് കാണുന്ന സഹോദരങ്ങളോടുള്ള അഭ്യർത്ഥന, ഇതിനെ നമ്മളൊരു തരത്തിലെ ഒരു ഇൻട്രോസ്പെക്ഷന് വേണ്ടി കാണണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ തന്നെ ആത്മീയ നിലവാരം എന്ത് കുറഞ്ഞിരിക്കുന്നു. ഇങ്ങനത്തെ ആൾക്കാര് ഇന്ന് പല വേദികളിലും അല്ലെങ്കിൽ പല രീതിയിലും ആൾക്കാരെ ആത്മീയ ചൂഷണം ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇന്ന് ബൈബിൾ അച്ചടിച്ച് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും നോക്കാതെ ഇങ്ങനത്തെ ഈ പ്രസ്താവനകൾ ഇറക്കുന്ന വലിയ വാഗ്ദത്തങ്ങൾ ജീവിതത്തിൽ അനുഗ്രഹമായി നമുക്ക് കാണിച്ചു തരുന്ന ആൾക്കാരുടെ പുറകെ, അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്നുള്ള ഈ വലിയ മഹാമാരി നമ്മുടെ ഗോസ്പലിനെ വളരെ ഈ സമയത്ത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അതിനകത്തുനിന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, അദ്ദേഹം പറയുന്നു അദ്ദേഹം അപ്പോസ്തോലനാണ്. അപ്പോസ്തോലൻ ആകുന്നു എന്ന ആദ്യത്തെ കാര്യം നമ്മൾ പല പ്രാവശ്യം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് പെന്തിക്കോസ് നാളിൽ പത്രോസിന്റെ മേളില് ഇറങ്ങി വന്നു. ആദ്യത്തെ അപ്പോസ്തോലൻ എന്ന് കർത്താവായ യേശു ക്രിസ്തു തന്നെ സ്ഥിരീകരിച്ചു. എന്ന് വെച്ചാൽ സഭയെ പണിയുന്നത് ആ പാറയുടെ മുകളിലാണെന്നും ആ പാറ എന്ന അത് ആത്മീയ പാറയായ ക്രിസ്തു പത്രോസിൽ കൂടെ സംസാരിച്ചു തുടങ്ങുന്നതാണ് ആദ്യത്തെ സഭയുടെ അടിസ്ഥാനമായി വരുന്നത്. അപ്പോൾ ആ അടിസ്ഥാനത്തിന്റെ മേളിൽ പോലും പണിയാത്ത ഒരു വ്യക്തിയെ തന്നെത്താൻ അപ്പോസ്തോലൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുക, ഇതിനകത്ത് എനിക്ക് ഒരു ലോജിക്കും കാണുന്നില്ല. അപ്പോസ്തോലനായ പൗലോസ് തന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, അത് ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടെ വ്യക്തമായത്, ഞാൻ ഇംഗ്ലീഷിൽ മലയാളത്തിൽ പിന്നെയും പറയാം. അപ്പൊ അവിടെ പറയുന്നുണ്ട്, 2-ാമത്തെ അധ്യായം, എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു,
How shall we escape if we neglect so great salvation, which first began to be spoken by the Lord and was confirmed unto us? കേട്ട അപ്പോസ്തോലന്മാരിൽ കൂടെ കേട്ട് ഉറപ്പിച്ച വാക്യങ്ങളാണ് ഈ പൗലോസ് പല കാര്യങ്ങളും ഇവിടെ എഴുതുന്നത്. ആദ്യം അവർക്ക് ലഭിച്ച കൽപ്പന പരിശുദ്ധാത്മാവിൽ കൂടെ കേട്ട കൽപ്പന, അത് പറയുന്നു. പിന്നെ അത് വലിയ അവിടെ ഈ എബ്രായർക്കെതിരെ കർത്താവ് പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യ പ്രവർത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നെന്ന് പറയും. അപ്പോൾ നമ്മൾ അടിസ്ഥാനമാക്കുന്ന സഭയുടെ ഉപദേശം, അതായത് സ്നാനത്തിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മീയ സഭയുടെ അംഗമായി തീരുന്ന ആദ്യ ഉടമ്പടിയായ സ്നാനം പോലും, അതായത് പത്രോസിന്റെ ആദ്യത്തെ ആ ഒരു പ്രഖ്യാപനത്തിന്റെ അതിന്റെ മൊത്തത്തിൽ പാലിക്കാത്ത ഒരു വ്യക്തി നിന്നുകൊണ്ട് തന്നെത്താൻ അപ്പോസ്തോലൻ എന്ന് പ്രഖ്യാപിച്ചാൽ നമുക്ക് കാണാം എന്തുവാ സിനഗോഗ് ഓഫ് സേറ്റൻ എന്ന് വരെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു തരത്തിലെ ആൾക്കാരുണ്ട് ഈ ലോകത്തിൽ. ഒന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരും അപ്പോസ്തോലന്മാരും, അതിലുള്ള 5 തരം മിനിസ്ട്രികളും. പക്ഷെ മറ്റ് സൈഡിൽ ആ സാത്താനെ സേവിക്കുന്ന ആൾക്കാർ, അതായത് പണത്തെ സേവിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവരുടെ പല പ്രവർത്തികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇവർ സേവിക്കുന്നത് കർത്താവിനെ അല്ല, കർത്താവിന്റെ അപ്പോസ്തോലൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. വേറെ ഒരു കാര്യം ഞാൻ വളരെ എടുത്തു പറയാം, അതിനകത്ത് പേഴ്സണലി അദ്ദേഹത്തെ അപമാനിക്കുകയൊന്നും അല്ല ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ഈ എപ്പിസ്കോപ്പൽ സഭകളെ ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഈ പെന്തക്കോസ് പ്രസ്ഥാനം മുന്നോട്ട് പോയത്. അവരിൽ കണ്ട ചില കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഈ ഇദ്ദേഹത്തിൽ കാണുന്നത്. എന്നാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ സഭകൾ ഉണ്ടാക്കുന്നു, പട്ടിണി കിടക്കുന്ന ആൾക്കാർ, വിശ്വാസികൾ സഭയിൽ ഉള്ളപ്പോൾ അവരെയൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് ഇവർ കോടികളുടെ പള്ളികൾ ഉണ്ടാക്കുന്നത്. പുതിയ നിയമത്തിൽ ആലയം എന്ന കോൺസെപ്റ്റ് ഇല്ല എന്ന് പല പെന്തക്കോസ്തുകാരും പറയും. അതുകൊണ്ട് സാധാരണ ബിൽഡിംഗ് ഉണ്ടാക്കുമായിരുന്നു. ആദ്യം കുരിശു പോലും അതിന്റെ മേളിൽ വെക്കത്തില്ലായിരുന്നു. ഇപ്പൊ എല്ലാം വെച്ചു തുടങ്ങി. ഇപ്പം എല്ലാം എപ്പിസ്കോപ്പൽ സഭകൾ ചെയ്യുന്ന ആ കൊള്ളരുതായ്മകൾ തന്നെ ചെയ്യുന്നു. പക്ഷെ വേറെ ഒരു വലിയ കാര്യം ഞങ്ങൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന് തലയിൽ മുടിയില്ല. ഒരു വിഗ് വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല, സാധാരണ മനുഷ്യൻ വിഗ് വെക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ 2 കൊരിന്ത്യർ അതിന്റെ 11 വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. 1 കൊരിന്ത്യർ 11 തോന്നുന്നു. അതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഒരുവൻ എല്ലാ ആണിന്റെയും തല ക്രിസ്തുവാണ്. ഒരുവൻ തന്റെ തലയിൽ മൂടുപടം ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്താൽ അവൻ തന്റെ തലയെ അപമാനിക്കുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും എപ്പിസ്കോപ്പൽ സഭകളിലുള്ള പാതിരിമാരെയും ബിഷപ്പന്മാരെയും തല മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അവർ ക്രിസ്തുവിനെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞ ഈ ഒരു സമയത്ത് നമ്മൾ കാണുന്നു, ഇദ്ദേഹം തന്റെ തലമുടി ചെയ്യുവാൻ വേണ്ടി ആ തലയിൽ ഒരു മൂടുപടം ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കുകയും അവിടെ പ്രവചിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ കാര്യം നമ്മൾ കാണുന്നു. അപ്പോൾ ഇങ്ങനെ പലതും നമ്മൾ കാണുന്നു. അപ്പോസ്തോലികമല്ലാത്തത്, അപ്പോസ്തോലന്മാര് പറഞ്ഞതിന് നേരെ വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ആൾക്കാർ ഇന്ന് ഈ മിനിസ്ട്രിയിൽ ഒക്കെ തുടരുന്നു. ഇവർക്ക് 2 കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. ഒന്ന്, നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി തരാൻ സാധിക്കും. ഒന്ന്, നിങ്ങളുടെ പ്രോസ്പെരിറ്റി മുടക്കാൻ സാധിക്കും. ഈ 2 കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇവർ അവരുടെ പവറിനെ അവിടെ എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, കർത്താവായ യേശു ക്രിസ്തു ആദ്യം പുറപ്പെടുവിച്ച് തന്റെ അപ്പോസ്തോലന്മാർക്ക് കൊടുത്തതും അവരിൽ കൂടെ കർത്താവ് ഉറപ്പിച്ച ആ കൽപ്പനകളെ ഇവർ പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കിയിട്ട് വേണം ഇവരുടെ പുറകിൽ പോകുവാൻ. അല്ലെങ്കിൽ
നമ്മൾ തെറ്റിപ്പോകും. ഇന്ന് വരെ തെറ്റിക്കൊണ്ടേ ഇരിക്കുന്നു. ഇനിയും നിങ്ങൾ തെറ്റി നടക്കാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ഇനിയും മുന്നോട്ട് നിങ്ങൾക്ക് പോകുവാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഈവന്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ തന്നെ ആലോചിക്കണം, ഇവർ ശരിയായ അപ്പോസ്തോലന്മാരോ ഇവർ ശരിയായ ശിഷ്യന്മാരോ ആണോ? ഇവർ പറയുന്നത് നിങ്ങളുടെ തലമുറ നശിച്ചു പോകുമെന്ന് പറയുന്നു. അവിടെ നമ്മൾ കാണുന്നു അപ്പോസ്തലൻ ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും, അതായത് ആത്മീയ തലമുറയ്ക്കും ഉള്ളതാണ്. ആത്മീയ അനുഗ്രഹങ്ങളെ പറ്റിയാണ് വാഗ്ദത്തം ഉള്ളത്. അല്ലാതെ ഈ പറയുന്ന പ്രോസ്പെരിറ്റി അല്ല പുതിയ നിയമസഭയുടെ കാര്യം. പഴയ നിയമസഭയ്ക്കകത്ത് പ്രോസ്പെരിറ്റി നമ്മൾ കാണുന്നുണ്ട്. അവർ നല്ല കാര്യങ്ങൾ കിട്ടുന്ന സ്ഥലത്തേക്ക് നയിക്കപ്പെടുന്നു. പക്ഷെ രണ്ടാമത്തെ ആ ഒരു ഗോസ്പലിന്റെ പ്രത്യേകത അതാണ്. അതിനകത്ത് പ്രോസ്പെരിറ്റി അല്ല, ഇറ്റേണൽ പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ നിത്യജീവന്റെ ആ വലിയ ധനമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അതിന്റെ പുറകെ പോയില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും. താങ്ക് യു. എനിക്ക് ബ്രദറോട് തന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പൊ ബൈബിൾ പറയുന്നത് പുതിയ നിയമസഭയിൽ നമ്മൾ കാണുന്നത് അനുഗ്രഹിക്കാനാണ് ബൈബിൾ വ്യവസ്ഥ ചെയ്യുന്നുള്ളൂ. അപ്പോസ്തലന്മാരുടെയോ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മള് അപ്പോസ്തലന്മാരുടെ പിൻഗാമികളായിരുന്ന ശിഷ്യന്മാരുടെയോ എവിടെയെങ്കിലും അവരുടെ ഒരു ചരിത്രത്തിൽ അവര് ഈ ഇത്തരത്തിൽ ശപിക്കുന്നതായിട്ട്, അതായത് അൺകണ്ടീഷണൽ ആയിട്ടല്ല, കണ്ടീഷണൽ ആയിട്ട്, അതായത് സഭയ്ക്ക് പണം തന്നില്ലെങ്കിൽ സഭയ്ക്ക് പണം കൊടുക്കുന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയോ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ആളുകളെ അനുഗ്രഹം റദ്ദ് ചെയ്യാൻ, അത് കഴ്സ് ചെയ്യാൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രഡീഷൻ നമുക്ക് അപ്പോസ്തോലിക ട്രഡീഷനിൽ, യഥാർത്ഥ അപ്പോസ്തോലിക ട്രഡീഷനിൽ ഉണ്ടോ ബൈബിളിൽ? നമ്മൾ കാണുമ്പോൾ ആ ട്രഡീഷൻ അവിടെ ഇല്ല. പക്ഷെ ഇവർ പലതും വചനത്തിൽ നിന്നും വായിച്ച് അതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ഇവർ കാണിക്കുന്നത്. ഇവർ ചിലപ്പം അനാനിയാസും സഫീറയും കാണിച്ച ആ മാതൃക കാണിച്ചിട്ട് പറയും, ഇങ്ങനെ ഒരു വ്യവസ്ഥ ഇല്ലയോ എന്ന് പറയും. പക്ഷെ അതിനകത്ത് നമുക്കറിയാം പരിശുദ്ധാത്മാവിനോട് കള്ളം പറഞ്ഞതാണ്. അതായത് അപ്പോസ്തോലന്മാരിലുള്ള ആത്മാവ് പരിശുദ്ധാത്മാവായിരുന്നു. ആ പരിശുദ്ധാത്മാവിനെ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് കിട്ടിയ പണം അത് മൊത്തം ഉണ്ട് എന്നുള്ള കള്ളം പറഞ്ഞത് കാരണമാണ് അവർക്ക് അവിടെ ഒരു ശിക്ഷ അവിടെ ലഭിക്കുന്നത്, അവർക്ക് മരണം ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. പക്ഷെ ഇങ്ങനത്തെ ചില വ്യവസ്ഥകൾ എടുത്തുകൊണ്ടാണ് ഇവർ എപ്പോഴും ഈ ഒരു ബിസിനസ് നടത്തുന്നത്. ഒരിക്കലും നമ്മൾ ബൈബിളിനകത്ത് അങ്ങനെ ഒരു മാതൃക അപ്പോസ്തോലന്മാര് കാണിക്കുന്നില്ല. ആരെങ്കിലും പണം നൽകിയില്ലെങ്കിൽ അവർ ശപിക്കുന്നു എന്നുള്ള കാര്യമൊന്നും നമ്മൾ കാണുന്നില്ല. പിന്നെ രണ്ടാമത് നമ്മൾ കാണുന്നു ഈ ടൈത്ത് എന്നുള്ള വ്യവസ്ഥ തന്നെ പുതിയ നിയമത്തിൽ ഇല്ല. നമ്മൾക്ക് എത്രയും കൊടുക്കുവാൻ പറ്റും, അത് 10 20 30 എത്രയും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ധരിക്കുന്നു അത്രയും കൊടുക്കുക, അത് കർത്താവിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. അതായത് മത്തായിക്ക് എഴുതിയ സുവിശേഷം അതിൽ 25-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, അവൻ തിരിച്ചു വരുമ്പോൾ അവൻ രണ്ട് കൂട്ടരായിട്ട് നിർത്തും. ഒരു തരത്ത് അവന്റെ വലതുവശത്ത് ചെമ്മരിയാടുകളായ ഷീപ്സ് ആയവരെ നിർത്തും, ഇടതുവശത്ത് ഗോഡ്സ് ആയവരെ നിർത്തും. അവരിൽ തമ്മിൽ കാണുന്ന എന്തുവാണ് നമ്മൾ കാണുന്നത് വളരെ വ്യക്തമായിട്ട്. നിങ്ങൾ എനിക്ക് കുടിപ്പാൻ തന്നു, ഞാൻ ദാഹിച്ചപ്പോൾ നിങ്ങൾ എനിക്ക് വിശന്നപ്പോൾ നിങ്ങൾ തിന്നാൻ തന്നു, എന്റെ നഗ്നതയെ നിങ്ങൾ മറിച്ചു. എപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അത് ഏറ്റവും ചെറിയവന് ചെയ്തപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ സഭയിൽ കൂട്ടരായി അല്ലെങ്കിൽ നമ്മുടെ അയൽവശത്ത് ആവശ്യമുള്ളവരായി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കാതെ ഈ സഭയിൽ വലിയ ആളാകുവാൻ വേണ്ടി അവിടെ കൊടുത്ത് അവിടെ സഭയിൽ നമ്മുടെ പേരും പ്രശസ്തിയും ഒക്കെ ചെയ്യുവാൻ വേണ്ടി മാത്രം ഇവർ പലരെയും ചെയ്യിപ്പിക്കുന്നത്, അത് വെറും അവർക്ക് വിശ്വാസികൾക്ക് അതിൻ്റെതായ ഉറപ്പും അവർക്ക് അതിൻ്റെതായ ഒരു വിവരവും ഇല്ലാത്ത കാര്യം കൊണ്ടാണ് അവര് അതിനെ മുതലെടുക്കുന്നത് ബേസിക്കലി. അല്ലാതെ വചനത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥ നമ്മൾ കാണുന്നില്ല. താങ്ക് യു. വളരെ വ്യക്തമാണ് ബ്രദറിന്റെ ഉത്തരം. ഞാൻ പാസ്റ്റർ ജോയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, നമ്മൾ കാണുന്ന അപ്പോസ്തലന്മാരെന്ന് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുന്ന അപ്പോസ്തലന്മാര്, നമുക്ക് അറിയാം കർത്താവ് 12 പേരെയാണ് നേരിട്ട് അപ്പോസ്തലത്വത്തിന് വേണ്ടി തിരഞ്ഞെടുത്തത്. പിന്നീട് അതിലൊരുവൻ യൂദാസ് ആയിരുന്നു. യൂദാസിന്റെ
മരണശേഷം അല്ലെങ്കിൽ ആത്മഹത്യക്ക് ശേഷം ആ അപ്പസ്തോല സ്ഥാനത്തേക്ക് വേണ്ടി അപ്പസ്തോലന്മാർ തന്നെ കുറിയിട്ട് മത്തിയാസിനെ കൊണ്ടുവരുന്നു. ഈ അപ്പസ്തോലന്മാർ ആരും എവിടെയെങ്കിലും ഒരു ധനസമ്പാദനത്തെ സംബന്ധിച്ച് തിരുവഴുത്തിൽ നമ്മൾ കാണുന്നില്ല. അതിനെ തെളിയിക്കാൻ വേണ്ടി നമുക്ക് അപ്പസ്തോല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ സുന്ദരം കവാടത്തിൽ ഇരുന്ന് ഭിക്ഷയാദിക്കുന്ന ആ ചെറുപ്പക്കാരൻ വല്ലതും തരണേ എന്ന് പറഞ്ഞ് കൈ നീട്ടിയപ്പോൾ വെള്ളിയോ പൊന്നോ ഞങ്ങളുടെ പക്കൽ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അവരുടെ കൈവശം ഒന്നും ഉണ്ടായിരുന്നില്ല. അവര് ഈ പ്രാർത്ഥന കഴിച്ചും കൂട്ടായ്മ ആചരിച്ചും സുവിശേഷം പ്രസംഗിച്ചും അവരെ ദൈവം പിന്നെ ചിത്രിക്കുമ്പോൾ അവര് അന്യ ദേശങ്ങളിലേക്ക് പോയി അവര് കർത്താവ് അവരെ അയക്കുവാൻ കർത്താവ് അവരോട് കൂടി എന്ന് സംസാരിച്ച പോലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇപ്പോ ബ്രദർ വിൽസൺ സൂചിപ്പിച്ചതുപോലെ സഭയ്ക്കകത്ത് അവരുടെ സഭയ്ക്കകത്തും ഈ സാമ്പത്തികമായി നെരുങ്ങുന്നവരുണ്ടായിരിക്കും. ഇപ്പോൾ കത്തോലിക്ക പള്ളി പോലുള്ള ആളുകൾ അവർ പള്ളി പണിയുന്ന സമയത്ത് ഓരോ വീട്ടുകാർക്ക് 20,000, 50,000, 1,00,000, 5,00,000 എന്നൊക്കെ പറഞ്ഞ് അവരുടെ മക്കൾ വിദേശത്താണെങ്കിൽ ടാർഗറ്റ് ഇടുക. അതേസമയം പെട്ടിക്കട നടത്തുന്നവരും കടം കയറി ഇരിക്കുന്നവരും എല്ലാം അവർക്കൊരു മിനിമം 5,000, 10,000 വീതം എഴുതി കൊടുക്കും. ഇത് തന്നെയല്ലേ ആക്ച്വലി ഈ ആലയത്തിന്റെ പേരിലൊക്കെ ഇവർ ചെയ്യുന്നത്? സത്യത്തിൽ ആലയം എന്നുള്ളത് ദൈവാലയം എന്ന് പറയുന്നതിന് പുതിയ നിയമസഭയ്ക്കകത്ത് ഇങ്ങനെ ആലയം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടോ? ഒരു കൂടി വരാൻ ഒരു റെന്റഡ് പ്രിമിസ് ആവാം, അല്ലെങ്കിൽ അവർക്ക് സഭയ്ക്ക് വാടക കൊടുക്കേണ്ട എന്ന് തോന്നുന്നിടത്ത് ഒരു കെട്ടിടം, ഒരു ഹാൾ അവർക്ക് പണിയാം. ഇതിനപ്പുറത്തേക്ക് രമ്യഹർമ്മങ്ങൾ പണിയുക എന്നൊരു സങ്കല്പം ഉണ്ടോ? ഞാൻ എൻ്റെ ഈ ചോദ്യത്തിന് തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഉത്തരം തരണമെന്നില്ല. നമ്മൾ കേട്ട വീഡിയോയുടെ അടിസ്ഥാനത്തിലും എൻ്റെ ഈ സംശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഉത്തരം ആണ് ഞാൻ ജോയ് പാസ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കർത്താവിന്റെ ദാസന്മാർക്ക് നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഇവിടെ കണ്ട വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് കവർന്നെടുക്കുക എന്നുള്ള ഒരു നിലയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. അത് തന്നെയല്ല, വിശുദ്ധ ബൈബിളിൽ ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ജോസ് ഫറീസ് പാസ്റ്റർ പറഞ്ഞ പോലെ അപ്പോസ്തലന്മാര് ആലയം പണിയുവാൻ, നമുക്കവിടെ ആലയമില്ല എന്ന് പറഞ്ഞ് ആലയം പണിയുവാൻ എവിടെയും ഒരു പിരിവ് നടത്തിയായിട്ട് കാണുവാൻ കഴിയുന്നില്ല. ആദിമ സഭയ്ക്ക് ഒരു പറ്റിയ തെറ്റ് എന്ന് പറഞ്ഞാൽ കർത്താവ് പറയാത്തൊരു കാര്യം അവർ ചെയ്തു. അത് കർത്താവ് അവരുടെ തലമുറയിൽ, ആ തലമുറയിൽ തന്നെ കർത്താവ് വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായി. അതിന് കാരണമായി തീർന്നത് കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്ത ചിലർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന ഇവര് മരിക്കുന്നതിന് മുമ്പേ കർത്താവ് വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇവർക്കുണ്ടായി. ആ തെറ്റിദ്ധാരണയുടെ പേരിൽ ഇവര് വസ്തുവകകളെല്ലാം മുഴുവൻ വിറ്റ്, അതും സത്യത്തിൽ ഒരു സ്വാർത്ഥതയാണ്. കാരണം എന്താ, ഇത് ഞാൻ തന്നെ തിന്നണം, ഇത് മറ്റൊരുത്തനും എന്റെ കവർന്നു കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെ അവര് എല്ലാം വിറ്റ് അവര് തന്നെ അത് തിന്നാൻ വേണ്ടി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. അങ്ങനെ കാൽക്കൽ കൊണ്ട് വെച്ചപ്പോൾ കള്ളം പറഞ്ഞുകൊണ്ട്, നമ്മുടെ വിൽസൺ ബ്രദർ പറഞ്ഞ പോലെ കള്ളം പറഞ്ഞുകൊണ്ട് 2 വ്യക്തികളോടെ കടന്നു വന്നു. ഇത് കർത്താവ് പറഞ്ഞതല്ല, ഇതെല്ലാം വിറ്റ്, നിങ്ങളുടെ എല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെക്കുവാൻ കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ചെയ്തു. അതിൽ 2 പേര് കള്ളം പറഞ്ഞു. അതിന്റെ പേരിൽ ആ സമയത്ത് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമായതുകൊണ്ട് അതുകൊണ്ട് അവിടെ മരണം സംഭവിച്ചു. അതിനെ ദുർവ്യാഖ്യാനം ചെയ്താണ് ഈ ടിനു ജോർജ് എന്ന് പറയുന്ന സഹോദരൻ പറയുന്നത്. അതിന് കൂട്ടു നിൽക്കുവാൻ നമ്മുടെ PG വർഗീസ് അദ്ദേഹവുമുണ്ട്. അപ്പൊ ഇതിനെ തെറ്റിദ്ധരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഈ കർത്താവിന് ഒരു ആലയം പണിയാനായിട്ട് കൊടുത്തില്ലെങ്കിൽ അത് അവരെല്ലാം നശിച്ചു പോകും എന്നുള്ള ഒരു നിലയിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുക, ദുർവ്യാഖ്യാനം കൊടുക്കുക. അങ്ങനെ ഈ ആദിമ സഭ, യെരുശലേമിലെ സഭ ദരിദ്രമായി തീർന്നുവെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിന്റെ പണ്ഡിതരുമായിട്ട് സഭയെ നിലനിർത്താൻ അവിടുത്തെയുള്ള സഭാകൾ വയ്ക്കാനല്ല, അവരുടെ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തെണ്ടുക എന്ന് പറയാം,
മറ്റുള്ള അന്ത്യോക്യയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി ഇവര് പണം സമ്പാദിക്കുവാൻ ഇടയായി തീർന്നു എന്ന് കാണുവാൻ കഴിയുന്നു. അത് അവർ തന്നെ അവരുടെ തലയിൽ വലിച്ചു വെച്ച ഒന്നാണ്. അത് തന്നെയല്ല, അപ്പോസ്തലൻ എന്നുള്ള, ആരാണ് അപ്പോസ്തലൻ എന്നുള്ള അത് പ്രാരംഭത്തിൽ കർത്താവിന്റെ ദാസൻ ജോസ് മൊറീസ് പാസ്റ്റർ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. കാരണം അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞാൽ അയക്കപ്പെട്ടവനാണ്. അത് യഥാർത്ഥത്തില് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തെ കണ്ടവരാണ്. അങ്ങനെ ഒത്തിരി അതിനെക്കുറിച്ചുള്ള അടയാളങ്ങളും തെളിവുകളും നമുക്ക് ബൈബിളിലൂടെ കാണുവാൻ കഴിയുന്നു. പൗലോസ് തന്നെ പറഞ്ഞു, എന്റെ അപ്പോസ്തലത്വത്തിന്റെ മുദ്ര നിങ്ങളാണ്, വിശ്വാസികളാണ് എന്ന് പറയുവാനിടയായി തീർന്നു. ഞാനൊരു വാക്യം ഇതിനോടുള്ള ബന്ധത്തിൽ വായിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യം. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളിച്ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു കൂടാത്തതും അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്നു കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. വലിയ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇവിടെ ഈ വീഡിയോയിൽ കണ്ട ആ സഹോദരൻ ഇല്ലാത്ത ഗുണമാണ് ഇവിടെ അപ്പോസ്തലന്മാരെ കുറിച്ച് പറയുന്നത്. അപ്പം ഒന്നാമതായിട്ട് അവിടെ പറയുന്ന ഒന്ന്, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് കളവായി പറയുന്നവര്. ഒന്നാമത് അപ്പോസ്തലന്മാര് ദൈവജനത്തെ അനുസരിക്കുന്നവരായിരിക്കും. അപ്പോസ്തലന്മാർ എന്ത് വിധത്തിലുള്ള സ്നാനം നടത്തിയോ ആ സ്നാനത്തിന് കൂട്ടുനിൽക്കുന്നവരാണ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്. അതിന്റെ അയൽവക്കത്ത് പോലും എത്താത്ത ഒരു വ്യക്തി നിന്നുകൊണ്ട് ഞാൻ അപ്പോസ്തലനാണ്, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറുമെങ്കിൽ, ഞാൻ പറഞ്ഞാൽ ഇന്നിന്ന അനുഗ്രഹങ്ങൾ കിട്ടുമെങ്കിൽ അതിനെ റദ്ദാക്കാനുള്ള, ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട് എന്ന് പറയുമ്പോൾ ദൈവവചനത്തിന് ഘടകവിരുദ്ധമാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾക്കിങ്ങനെ പലരെയും വിമർശിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ അല്ല ഞങ്ങൾ ഈ സംസാരിക്കുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ സാധുക്കളായ ജനങ്ങൾ അറിയേണ്ടതിന്റെ പേരിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുക മാത്രമാണ്. അപ്പോസ്തലന്മാരല്ലാതിരിക്കുക, അപ്പോസ്തലന്മാരെന്ന് പറയുന്ന വ്യക്തികള് ഇവിടെ അപ്പോസ്തലന്മാരെല്ലാം അപ്പോസ്തലന്മാരുടെ ഉപദേശമെങ്കിലും കേൾക്കണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം അപ്പോസ്തല പ്രവൃത്തി 2:38 വായിച്ചാൽ നമുക്കവിടെ കാണാം. അവർ മാനസാന്തരപ്പെടുത്തപ്പെട്ടവരായിരിക്കണം, അവർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരായിരിക്കണം, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മയായി ജനിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോരുന്നവരായിരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2:38 എന്ന് പറയുന്ന കർത്താവിന്റെ സഭയുടെ അടിസ്ഥാന ഉപദേശം അംഗീകരിക്കാത്ത ഒരുവൻ എങ്ങനെ അപ്പോസ്തലനാകും എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മറ്റൊരു സംഗതി ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് സഹിഷ്ണുതയുള്ളത്. കണ്ടോ, ആരുടെയോ സാമ്പത്തികം ഇപ്പോൾ കുറഞ്ഞു പോകുന്നു, ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ അപ്പോസ്തലന്റെ സഹിഷ്ണുത കിട്ടുപോയത് കണ്ടോ. അദ്ദേഹം ഉടൻ തന്നെ ദൈവത്തിങ്കിൽ നിന്ന് ദൈവം ഇറങ്ങി വന്ന് സംസാരിച്ച ഫോൺ കോളിലൂടെ നമ്മളെ കേൾപ്പിക്കുന്നു. ഇതൊക്കെ വളരെ വിചിത്രമായിരിക്കുന്നു. എന്നാ ദൈവം നേരിട്ട്, ഇദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കർത്താവിനറിയാം, നേരിട്ട് അങ്ങ് വിളിച്ചാൽ പോലെ. അപ്പോ ഇവിടെ എല്ലാം കാട്ടുന്നത് പണം അല്പം കുറഞ്ഞു പോകുമ്പോൾ അവരുടെ ആത്മീകമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മങ്ങി അവര് അങ്ങ് വളരെ ഒരു വെപ്രാളത്തിലായി. 8 കോടി രൂപയുടെ എന്ത് ദ്രോഹമാണ് ചെയ്യുന്നതെന്ന് ചിന്തിക്കണം. എത്രയോ സാധുക്കൾ തന്റെ സഭയിൽ വീടില്ലാതെ, തന്റെ സഭയിൽ പട്ടിണി പാവങ്ങൾ എത്രയോ പേരുണ്ടാകും. ആ പട്ടിണി പാവങ്ങൾക്ക് ഒരു നേരം നല്ല രീതിയിൽ ആഹാരം കഴിക്കുവാനോ അവിടെ കയറിക്കിടക്കുവാനോ വീടില്ലാതിരിക്കുമ്പോൾ താൻ 8 കോടി രൂപയുടെ പണം മുടക്കി ദേവാലയം പണിയാൻ, ദൈവാലയം എന്താണെന്നുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും വേണ്ടേ? ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് പറയുന്നില്ലയോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. ഒന്നാമത് പാവപ്പെട്ട ജനത്തിന്റെ വിശന്ന വയറ് കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അവന്റെ
അവന്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കി അതിനു വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാതെ 8 കോടി രൂപ ഈ കാലത്ത് പിരിക്കാൻ ആരോ അതിന് തടസ്സം സഭയിൽ നിൽക്കുന്നു എന്നുള്ളതിനാൽ സഹിഷ്ണുതയില്ലാതെ അതിനെ ശപിക്കുന്ന ഒരു അപ്പോസ്തലനെ വളരെ വിചിത്രമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. അതൊരിക്കലും ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. ദൈവത്തിന്റെ വചനം എബ്രായ ലേഖനം 10-ാം അധ്യായം 35-ാം വാക്യം വായിക്കുമ്പോൾ, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. സഹിഷ്ണുതയാണ് ആവശ്യം. സഹിഷ്ണുതയില്ലാത്ത ഒരു അപ്പോസ്തലൻ ആകപ്പാടെ വെപ്രാളം വിടുന്ന, ദൈവത്തിങ്കൽ നല്ലപ്പാട് കിട്ടിയെന്നൊക്കെ വ്യാജം പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിക്കുന്ന ഒരു വലിയ ദുരന്തമാണത്. അത് തന്നെയല്ല, അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനകത്ത് ആ ദൂത് തന്നോട് തന്നെ പറഞ്ഞതാ. അതുകൊണ്ട് പ്രിയ ടിനു ജോർജ്, നിങ്ങൾ വളരെ സൂക്ഷിക്കണം. നിങ്ങളെ തലമുറയ്ക്ക് ഇത് ബാധകമാകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ വ്യാജത്തിന് കൂട്ടുനിന്നാൽ അത് നിങ്ങളുടെ തലമുറയെ ബാധിക്കുമെന്നാണ് ഒരുപക്ഷെ ആ സന്ദേശത്തിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് കളവായി പറയുന്ന ചിലരെ അന്ത്യകാലത്ത് എഴുന്നേൽക്കും എന്ന് പറയുന്നു. ആ കൂട്ടത്തിൽ നിങ്ങളായി പോകുന്നതിൽ ഞങ്ങൾ ഖേദിക്കുന്നു. അപ്പോ യഥാർത്ഥത്തിൽ അവിടെ സഹിഷ്ണുത ആണ് ആവശ്യം. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം അദ്ദേഹത്തിന് ചിലരങ്ങ് പറഞ്ഞു, ഇന്നിപ്പോ എനിക്ക് പൈസ തരുന്നില്ലു, താൻ എന്താണെങ്കിൽ ചെയ്യേ എന്ന് പറഞ്ഞാൽ ഒരു അപ്പോസ്തലനാണല്ലോ. എങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? വേണ്ട സഹോദര, നിങ്ങൾ തരണ്ട. കുറച്ചുനാൾ നിങ്ങൾ തന്നല്ലോ, വളരെ നന്ദി, അത്രയേ നിങ്ങളെ കുറിച്ച് ദൈവം ഉദ്ദേശിച്ചുള്ളൂ. ഇനി നിങ്ങൾ തരണ്ട. നിങ്ങൾക്ക് സന്തോഷമില്ലെങ്കിൽ തരണ്ട. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുമെന്നാണല്ലോ. സന്തോഷമില്ലെങ്കിൽ തരണ്ട. നിങ്ങൾ തന്ന കാര്യത്തിൽ വളരെ ആത്മാർത്ഥതയുണ്ട്, വളരെ നന്ദി പറയേണ്ട. ഈ അപ്പോസ്തലന്റെ വാക്കുകൾ കേട്ട് ജനങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുവോ, തന്റെ പിന്നാലെ കൂടിയിരിക്കുന്ന ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നറിയത്തില്ല. നിങ്ങളാരും മന്ദബുദ്ധികളാകരുത്. നിങ്ങൾ ചിന്തിക്കണം. ഒരുവൻ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ അവന്റെ അപ്പോസ്തലത്വത്തിന്റെ അടയാളങ്ങൾ വിശുദ്ധ ബൈബിൾ പറയുന്ന പ്രകാരം കാണേണ്ടിയിരിക്കുന്നു. അതില്ലെങ്കിൽ എത്ര വലിയവനാണെങ്കിലും, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഞങ്ങളല്ല സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്ന് പറഞ്ഞാലും അവൻ ശപിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഒന്നാമത് ടിനു ജോർജ് എന്ന് പറയുന്ന ആ ബ്രദർ ചെയ്യേണ്ട കാര്യം, ഒന്നാമത് നിങ്ങൾ മാനസാന്തരപ്പെടുക. 2, പാപങ്ങളുടെ മോചനത്തിനായി കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരത്തിനെങ്കിലും ഒരു മനുഷ്യൻ തന്നു, പിന്നീട് അവർ തരുന്നില്ല എന്ന് തീരുമാനമെടുത്തെങ്കിൽ നിങ്ങൾ സന്തോഷിക്കുക. മതി സഹോദരങ്ങളെ, നിങ്ങൾ ഇത്രയും തന്നില്ലേ, വളരെ നന്ദി. അല്ലെങ്കിൽ നിങ്ങൾ തന്നില്ലെങ്കിൽ മറ്റൊരാളെ ആ സമയത്ത് ദൈവം ഒരുക്കും എന്നുള്ള വിശ്വാസം വേണ്ടേ? ഇതില്ലാതെ വളരെ ജനങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും നാളും പ്രവർത്തിച്ച, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, നിങ്ങൾക്ക് ഒത്തിരി ഉപകാരം ചെയ്തവരെ ശപിക്കുന്നത് വലിയ ഒരു എന്താ അതിന് പറയേണ്ട വാക്ക്? അങ്ങനെ ശപിക്കുന്നത് ശരിയല്ല. ദൈവവചനത്തിന്റെ വിരുദ്ധമാണ് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് PG വർഗീസ് അല്ല, സ്വർഗത്തിലെ ഒരു ദൂതൻ ഇറങ്ങി വന്ന് അതിനൊക്കെ കൂട്ടുനിന്നാലും അത് ശാപഗ്രസ്തത്തിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് സൂക്ഷിക്കുക, ഭയപ്പെടുക, ദൈവത്തെ ഭയപ്പെടുക, സാധുക്കളായ ജനങ്ങളെ വഞ്ചിക്കാതെ, കളവ് പറയാതെ. ഇവിടെ കള്ളമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തലൻ അല്ലാതിരിക്കെ അപ്പോസ്തലെന്ന് പറയുന്നവനെ കള്ളന്മാരെന്ന് കണ്ടുവന്നാണ്. അപ്പൊ നിങ്ങളെ ഞങ്ങൾ എന്ത് വിളിക്കണം? ഞങ്ങളൊന്നും വിളിക്കുന്നില്ല. ബൈബിൾ നിങ്ങളെ കുറിച്ച് വിധിക്കട്ടെ, ദൈവം വിധിക്കട്ടെ. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് യഥാർത്ഥ ദൈവസഭയുടെ അംഗമാകുവാൻ അദ്ദേഹത്തിന് ഇനിയും അവസരമുണ്ട്. ആ നിലയിലേക്ക് വരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എന്റെ വാക്കിൽ നിർമ്മിക്കും. താങ്ക് യു പാസ്റ്റർ. വളരെ വ്യക്തമാണ് പാസ്റ്റർ. വളരെ വ്യക്തമായിട്ട് അതിന് ആർക്കും സംശയം ഇല്ലാതെ വണ്ണം വളരെ വ്യക്തമായി സംസാരിച്ചു. ഇപ്പോ എനിക്ക് നമ്മള് മുൻപ് പാസ്റ്ററും ബ്രദർ വിൽസണും സൂചിപ്പിച്ചതുപോലെ അപ്പോസ്തല പ്രവൃത്തി 4-ാമത്തെ അധ്യായത്തിന്റെ ഒടുവിലാണ് ആദിമസഭ പിൽക്കാലത്ത് മുന്നോട്ട് വന്ന സഭകൾ ഒന്നും അനുഷ്ഠിക്കാത്തതായ ഒരു കാര്യം ചെയ്തത്. അതിന്റെ പശ്ചാത്തലവും പാസ്റ്റർ വളരെ വ്യക്തമായിട്ട് ചെയ്തു. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നതുകൊണ്ട് നമുക്ക് വീടും വസ്തുവകളൊന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്കുണ്ടായിരുന്ന വസ്തുവകളൊക്കെ അവർ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു എന്നാ പറയുന്നത്.
എന്നാൽ ഈ പണം ചോദിക്കാതെ കാൽക്കൽ വെച്ചിട്ടും അപ്പസ്തലന്മാർ അതിലേക്ക് തൊട്ടില്ല എന്ന് മാത്രമല്ല, അത് ഓരോരുത്തർക്കും ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കുകയും മേശകളിൽ ശുശ്രൂഷിക്കാൻ വേണ്ടി വിശ്വാസവും പിന്നെ സാക്ഷ്യവുമുള്ള 7 പേരെ തെരഞ്ഞെടുത്ത് അവരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ ഏതെങ്കിലും ഒരു പാസ്റ്ററെ കാൽക്കിലെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഇന്നത് കമ്മിറ്റിക്കാരുടെ കാൽക്കിൽ ഏൽപ്പിച്ചേക്കാം, ഞാൻ ദൈവവചന പോഷണത്തിൽ മുഴുകിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലില്ല. അപ്പോസ്തലന്മാരുടെ കാൽക്കൽ ഈ ധനമെല്ലാം കൊണ്ടുവച്ചിട്ടും അവരതിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോയില്ല. അപ്പൊ അപ്പോസ്തലത്വത്തിന്റെ അടയാളങ്ങളിൽ ഒന്നും ഈ സാമ്പത്തിക ബെനിഫിറ്റോ അല്ലെങ്കിൽ ജനങ്ങളുടെ അധ്വാന ഫലമോ അവരുടെ മനസ്സിലോ അല്ലെങ്കിൽ ചിന്തയുടെയോ ഒരു അയലത്ത് പോലും ഉണ്ടായിരുന്നില്ലെന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എനിക്ക് ബ്രദർ ഗീവറേഷനോട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ ഇവിടെ നമ്മൾ ആദ്യം പ്ലേ ചെയ്ത് കേട്ട ഒരു ഓഡിയോ നമ്മൾ കേൾക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് മാത്രം തോന്നിയ ഒരു കാര്യമാണോ, എൻ്റെ വീട്ടിൽ എൻ്റെ വൈഫും പറഞ്ഞു ഇത് ഇദ്ദേഹത്തിന്റെ ശബ്ദം തന്നെയാണ് ഓഡിയോയിലൂടെ കേട്ടതെന്ന്. അല്ലെ, ഞാൻ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കേട്ടാൽ നമ്മൾ അതൊരു ഒരു ലാബിൽ കൊടുത്ത് ഈ സൗണ്ട് ഇദ്ദേഹത്തിന്റെ 2 സൗണ്ട് സാമ്പിളുകൾ എടുത്ത് പരിശോധിച്ചാൽ എക്സാക്ട്ലി ഇത് അദ്ദേഹത്തിന്റെ സൗണ്ട് ആണെന്ന് തന്നെയാണ് നമുക്ക് തോന്നാൻ കഴിയുള്ളൂ. അപ്പം ഒരു വലിയ ജനക്കൂട്ടത്തെ, അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ ഏകദേശം ഒരു 10,000-ൽ കുറയാത്ത ആളുകളെ ആ ഓഡിയൻസിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഈ 1000-ഓളം ആളുകൾ തന്നിൽ വിശ്വാസം അർപ്പിച്ച് താൻ ദൈവത്തിന്റെ ഒരു അഭിഷിക്തനാണെന്ന് വിശ്വസിച്ച് നിൽക്കുന്ന ഇത്രയും പേരെ വഞ്ചിച്ചു എന്ന് പറയുന്ന ഒരു നിലയത്തിലേക്ക് പോകുക, എനിക്ക് അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കത് എങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ സംശയം, ഒരു കാര്യത്തിലുള്ള സംശയം, ഇപ്പോ കർത്താവ് അങ്ങനെ മുറിയിലേക്ക് വന്നു, ഞാൻ കിടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ഇപ്പൊ നമ്മൾ കർത്താവ് വന്ന് സംസാരിക്കുമ്പോൾ രാത്രിയിലാണല്ലോ വന്നത്. കർത്താവ് നേരത്തെ, ഞാൻ ഈ 1 മണിക്കും 2 മണിക്കും ഇടയിൽ വരും, അന്നേരം നീ ഉറങ്ങാതെ എഴുന്നേറ്റിരിക്കണം, നീ ഫോണിന്റെ സംഭവം റെക്കോർഡ് ചെയ്ത് സംഭവം സെറ്റ് ആകുമ്പോഴേ ഞാൻ സംസാരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ പലരുടെയും ഫോൺ സംസാരിക്കുമ്പോൾ നമ്മൾ ഓർക്കില്ല തുടക്കം മുതൽ റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ നമ്മളെ പിന്നെ നമുക്കൊരു എവിഡൻസ് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ചെയ്യും, 1 മിനിറ്റ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൺ ആക്കും അത് സംസാരിക്കാൻ വേണ്ടിയിട്ട്, റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ദൈവം കർത്താവ് സംസാരിക്കുമ്പോൾ ആദ്യം മുതൽ തന്നെ സംസാരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട്. അപ്പൊ കർത്താവ് വന്ന് ആദ്യമേ തന്നെ നേരത്തെ എന്നോട് സംസാരിക്കുമെന്നും അന്നേരം എനിക്ക് ഒട്ടും ഇത് കുറയാതെ ഇത് കേൾക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് റെക്കോർഡിംഗ് എല്ലാം റെഡിയായി ഇരിക്കുമെന്നും നമുക്ക് വിചാരിക്കാനായിട്ട് നമ്മുടെ ബുദ്ധി അങ്ങോട്ട് അനുവദിക്കുന്നില്ല. മാത്രമല്ല, ഞാൻ കർത്താവിന്റെ ശബ്ദം കേട്ടിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പൊതുവായിട്ട് കേട്ടിട്ടുള്ള ആളുകൾ പറയുന്നത് ഭയങ്കര ഹൃദ്യമായ അല്ലെങ്കിൽ മധുരമുള്ള ശബ്ദമെന്ന്. അപ്പൊ ഇത് ടിനു ജോർജിന്റെ തന്നെ ഒരു സൗണ്ടാണ് എനിക്ക് കേൾക്കാനിടയായത്. അപ്പൊ ഇത്തരത്തിൽ ശബ്ദം കേട്ടിട്ടുള്ള ഒരു ആണെങ്കിൽ ഗീവറീസ് അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ആളുകളുടെ സാക്ഷ്യം കേട്ടിട്ടുള്ള ആളാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദൈവം ഇങ്ങനെ സംസാരിക്കുമ്പോൾ വന്ന് പുതിയ നിയമത്തിൽ ഈ സംസാരിച്ച വ്യക്തി നമുക്ക് പഴയ നിയമ കാലഘട്ടങ്ങളിൽ യഹോവ സംസാരിക്കുമ്പോൾ യഹോവ വളരെ കർശനമായ സംസാരിക്കുന്നു. നമുക്കറിയാം, രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, യെരൊബെയാമിന് വരാൻ പോകുന്ന അനർത്ഥത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ദൈവം വളരെ കഠിനമായ ഭാഷയിൽ സംസാരിക്കും, പ്രത്യേകിച്ച് യിരെമ്യാവിന്റെ പുസ്തകത്തിലൊക്കെ. എന്നാൽ പുതിയ നിയമ കാലഘട്ടങ്ങളിൽ കർത്താവ് സംസാരിക്കുന്ന, എൻ്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, കർത്താവ് വരുവാനുള്ള ഒരു ആരോടെങ്കിലും സ്വപ്നത്തിലോ ദർശനത്തിലോ വന്ന് സംസാരിക്കുമ്പോൾ ശപിച്ച് ഇല്ലാതെയാക്കി കളയും, ഭസ്മമാക്കി കളയുന്ന ദുർവാസാവിന്റെ തരത്തിലുള്ള ലൈനിൽ സംസാരിച്ചതായിട്ട് എവിടെയെങ്കിലും ബൈബിളിലുണ്ടോ? എൻ്റെ ബൈബിൾ പരിജ്ഞാനത്തിന്റെ അറിവില്ലായ്മയുടെ കുറവാണോ, അങ്ങനെ എന്തെങ്കിലും കാണിക്കാനുണ്ടോ എന്നൊക്കെയാണ് എനിക്ക് ബ്രദറിനോട് ചോദിക്കാനുള്ളത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാണ്, ദൈവ ശബ്ദം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ദൈവം എങ്ങനെയായിരിക്കും മനുഷ്യനോട് സംസാരിക്കുക എന്നുള്ള കാര്യമല്ലേ ജോസ് പാസ്റ്റർ അറിയുന്നത്? അപ്പോ ഞാന് അതല്ലേ ദൈവം എങ്ങനെ മനുഷ്യനോട് സംസാരിക്കും? ദൈവം നമ്മള് ദൈവവചനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം പല രീതിയിൽ പല മനുഷ്യരോട് സംസാരിച്ചതായിട്ട്, ഇപ്പൊ ഏലിയാവിനോട് സംസാരിച്ച് ശബ്ദമായിട്ട് സംസാരിക്കുന്നു പറയുന്നു, മോശയോട് സംസാരിക്കുമ്പോൾ സീനായി മലയിൽ ഇറങ്ങി വന്ന് സംസാരിക്കുന്നു പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള രീതിയിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് അബ്രഹാമിനോട് സംസാരിച്ച് സ്വപ്നത്തിൽ കൂടെ സംസാരിക്കുന്നു പറയുന്നു. പല രീതികളിലാണ് ദൈവം മനുഷ്യരോട് സംസാരിച്ച് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഉൽപ്പത്തി മുതൽ പ്രവചനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്.
ഒരു മിനിറ്റ്, ഞാൻ ചോദിച്ചത് പഴയ നിയമ കാലഘട്ടങ്ങളിലേക്കല്ല. ഇപ്പൊ പുതിയ നിയമത്തിൽ നമ്മൾ ജീവിക്കുന്ന തലമുറയിലോ അതിനു മുമ്പ് ഒരു തലമുറയിലോ ആളുകൾ സംസാരിച്ച് കേൾക്കുന്നത് പഴയ നിയമത്തിൽ സംസാരിക്കുന്ന ആ ഒരു ടോണിലല്ല ദൈവം സഭയോട് സംസാരിക്കുന്നത്. ഇപ്പൊ സഭയുടെ കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ സഭയോട് സംസാരിക്കുമ്പോൾ, അല്ലെ സഭയിലുള്ള വിശ്വാസികളുടെ പുറജാതികളോട് ദൈവം സംസാരിക്കുന്നിടത്ത് എവിടെയെങ്കിലും പഴയ നിയമത്തിൽ വരുവാനുള്ള ദൈവത്തിന്റെ ശാപം, ഇത് നീ ചെയ്തില്ല നീ ശപിക്കപ്പെടും, നിന്റെ കന്നുകാലി തൊട്ടിയും മാവ് കുഴക്കി തൊട്ടിയെല്ലാം ശപിക്കപ്പെടും എന്ന് പറയുന്ന ഒരു ടോണിൽ നമ്മള് സഭാ കാലഘട്ടത്തിലോ എപ്പോഴെങ്കിലും ദൈവം ശാപം വരുത്തും, നീ ഇത് ചെയ്തില്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വെച്ചിട്ട് ദൈവം സംസാരിച്ചതായിട്ടുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചതായിട്ട് പുതിയ നിയമത്തിലില്ല. കാരണം അതിന് പത്രോസ് അപ്പോസ്തലന്റെ വാക്കുകളാണ്, നമ്മൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കുന്നവരാകിയാൽ അനുഗ്രഹിക്കുന്നവരായിരിക്കും എന്നൊരു വാക്ക് പത്രോസിന്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ശാപത്തിന്റെ കാര്യം പറയുന്നില്ല. ഇപ്പൊ ശാപം എവിടെയാണ് വരുന്നത്? നമ്മള് ഉൽപ്പത്തി മുതൽ മലാഖിയുടെ പുസ്തകങ്ങളിലാണ് ഈ ശാപം വരുന്നത്. ശാപം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്തിന്റെ കാര്യത്തിലാണ് ഈ ശാപം വരുന്നത്. നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ അത് വിശദീകരിക്കണമെങ്കിൽ വിശദീകരിക്കാം, നിങ്ങളുടെ ഇതിന് വേണ്ടി ഒരു പരിചയത്തിന് വേണ്ടി ഞാൻ വിശദീകരിക്കാം. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ, മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. വഴിപാടുകളിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു എന്നൊരു വാക്യം അവിടെ ഉണ്ട്. അപ്പോ അദ്ദേഹം ശപിച്ചത് പഴയ നിയമത്തിലുള്ള ദശാംശവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശപിച്ചിരിക്കുന്നത്. കാരണം ഈ ഇൻഡിപെൻഡന്റ് ചർച്ചുകളൊക്കെ പഴയ നിയമത്തിലെ ദശാംശം എടുത്തുകൊണ്ട് വരും. കാരണം പുതിയ നിയമത്തിൽ ഓഹരി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓഹരി എന്ന് പറഞ്ഞ ദശാംശം കൊടുക്കണമെന്നാണ്. ഇത് ഓഹരി എന്ന് പറയുമ്പോൾ ഷെയർ ആണ്. നമ്മുടെ ഒരു അതായത് നമുക്ക് കിട്ടുന്നതിന്റെ പകുതി ദൈവത്തിന് കൊടുക്കുക, നമുക്കും പകുതി ദൈവത്തിനും പകുതി എന്നുള്ള രീതിയിൽ ഓഹരി കൊടുക്കുക, ഷെയർ കൊടുക്കുന്ന ഒരു രീതിയാണ് പുതിയ നിയമത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോ പഴയ നിയമത്തിൽ ഇത് അവർക്ക് കൊടുത്തതിന് കാരണം ഇവര് ഒരു തരത്തിൽ എന്ത് ചെയ്യുന്നില്ല, ദശാംശം കൊടുക്കുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. അത് ന്യായപ്രമാണത്തിനകത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം. അന്നത്തെ ലേവി പുരോഹിതന്മാരൊക്കെ ജീവിച്ചിരുന്നത് ഈ ദശാംശം കിട്ടിയായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അപ്പൊ അത് കൽപ്പനയായിരുന്നു, അത് കൊടുക്കണം, അത് കൊടുത്താൽ അവർ അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. അത് മുഴുവൻ എന്തായിരുന്നു? ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രമായിരുന്നു. ആത്മീയ അനുഗ്രഹവുമായിട്ട് യാതൊരു ബന്ധവും അന്നത്തെ ഉണ്ടായിരുന്നില്ല. അന്നത്തെ എല്ലാ ഭൗതിക അനുഗ്രഹങ്ങൾക്കും ദശാംശമായിരുന്നു അവർ കൊടുത്തുകൊണ്ടിരുന്നത്. പുതിയ നിയമത്തിൽ വരുന്ന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ നിയമത്തിലെ ക്രിസ്ത്യാനികൾ ദശാംശം എന്തില്ല, ദശാംശം എന്ന് പറയുന്ന സംഗതി അവർക്കില്ല. അത് ന്യായപ്രമാണത്തിൽ കാരണം മലക്കിസ്തേക്കിന് അബ്രഹാം ദശാംശം കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യമാണ് ദശാംശം. അതൊരു എന്താണ്, പഴയ നിയമത്തിലെ ഒരു കാര്യമാണ്. പുതിയ നിയമത്തിലെ ക്രിസ്ത്യാനികൾ അത് ആചരിക്കേണ്ട കാര്യമില്ല. അപ്പോ അതിന് പ്രത്യേകമായിട്ട് നമ്മളൊരു വാക്യം വായിക്കുമ്പോൾ കൊരിന്ത്യർ ലേഖനത്തിലാണെന്ന് തോന്നുന്നു ആ വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, ധാരാളമായി വിധിപ്പൻ ധാരാളമായി കൊയ്യും എന്നൊരു വാക്യമുണ്ട്. അതുപോലെ തന്നെ നിർബന്ധത്താലും ഇത് സന്തോഷത്തോടെ കൊടുക്കുന്നതിന് ദൈവം സ്നേഹിക്കുന്നു എന്നൊരു വാക്യമുണ്ട്. അപ്പൊ ഈ വാക്യങ്ങളിലെല്ലാം നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ഒന്നും ശാപത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല, നിർബന്ധത്താലും പറയുന്നില്ല. പിന്നെ എങ്ങനെ ഈ ചെന്നൂർ ജോർജ് പാസ്റ്റർക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യം ലഭിച്ചു എന്ന കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ ദശാംശത്തിലേക്ക് അദ്ദേഹം ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഉദാഹരണം അതിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഈ പണ്ടൊക്കെ ബസ്സിൽ പോകുമ്പോൾ, ബസ്സിൽ ഇപ്പോഴും നമ്മൾ പോകുമ്പോൾ കണ്ടുകൊണ്ട് ഡ്രൈവറിലെ കണ്ടക്ടർമാര് ഏതെങ്കിലും ഒരു പുരുഷൻ തൊട്ട് കണ്ടു കഴിഞ്ഞാൽ പൈസ ഇടുന്നുണ്ട്. എന്തിനു വേണ്ടിയാണത് ഇടുന്നത്? എന്തിനാണ്? അന്നത്തെ ദിവസം ആളെ കിട്ടണം, അതുപോലെ തന്നെ അന്നത്തെ കാര്യങ്ങളെല്ലാം റെഡിയാകണം, പ്രശ്നങ്ങളൊന്നും അപകടമൊന്നും ഉണ്ടാകരുത് എന്നുള്ള അർത്ഥത്തിലാണ് ഇത് ഇടുന്നത്. അപ്പം ഈ ടി ജോർജിന്റെ വരുന്ന വിശ്വാസം, ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുന്ന അവിടെ നടക്കുന്ന ഒരു തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോ ആ കിട്ടുന്ന ദശാംശം എന്ത് ചെയ്യുന്നു? ആ കിട്ടുന്ന അല്ലെങ്കിൽ ടി ജോർജിന്റെ സഭയിൽ വരുന്ന വിശ്വാസികൾ ഒന്നുകിൽ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. 100-ൽ ഒരു 90% ആൾക്കാർ രക്ഷിക്കപ്പെട്ടവരായിരിക്കത്തില്ല.
അവരിങ്ങനെ അംശമായിട്ട് ഇങ്ങനെ വചനം പറഞ്ഞ് അവരെ പഠിപ്പിക്കുക എന്നുള്ളത് അവരുടെ രീതിയാണ്. ഇൻഡിപെൻഡന്റ് ചർച്ചിന്റെ പൊതുവായ ഒരു രീതിയാണ്. കാരണം രക്ഷിക്കപ്പെടാതെ തന്നെ ഈ ഭൗതിക അനുഗ്രഹങ്ങൾ അവർക്ക് പ്രാപിക്കാമെന്ന് പഠിപ്പിക്കുന്നത് അവരുടെ ഒരു രീതിയാണ്. കാരണം അവിടെ പോയി നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് വ്യക്തമായിട്ട് അവിടെ എന്താണെന്ന് മറ്റ് എപ്പിസ്കോപ്പൽ സഭകളിൽ നിന്ന് വരുന്നവരായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചവരല്ല. അപ്പോസ്തലൻ ഉൾപ്പെടെ അങ്ങനെ തന്നെ അപ്പോസ്തലൻ പറയുന്നത് ടിനി ജോർജ് അതുപോലെ തന്നെ. അപ്പം അങ്ങനെയുള്ളവർ എന്താണ് അതിനകത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവരുടെ ആ ഒരു ഇല്ലായ്മയെ ഈ പ്രവാചകൻ അല്ലെങ്കിൽ ഈ അപ്പോസ്തലൻ അതിനെ ചെയ്യുന്നു ബ്രെയിൻ വാഷ് ചെയ്തെടുക്കുന്നു. എന്തിനാ? കാരണം ഇവർ ഭൗതികമായ അനുഗ്രഹങ്ങൾ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ എന്ത് ചെയ്യുന്നു, അതിലേക്ക് ഫോക്കസ് തിരിച്ചു കഴിയുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് പണക്കാരാകും. ഇങ്ങനെയൊക്കെയുള്ള പഠിപ്പിക്കൽ പഠിപ്പിക്കുമ്പോൾ ഇവർക്ക് അത് ഇഷ്ടമാണ്. കാരണം ഇതുവരെ ഒന്നുമില്ല. പെട്ടെന്ന് ശപിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ സ്വോത്രകാഴ്ചയുടെ വിഷയത്തിലും അല്ലെങ്കിൽ ദശാംശത്തിന്റെ കാര്യത്തിലും വരുമ്പോൾ അവിടെ കൂടുതലെല്ലാം പാവപ്പെട്ട ജനങ്ങളായിരിക്കും. കാരണം അവര് ഈ സ്വോത്രകാഴ്ച ഇടാൻ, അതുപോലെ തന്നെ അവർക്ക് എന്താ പറയാ സ്വോത്രകാഴ്ച ഇടാൻ ഈ ദശാംശം അവർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അതവിടെ കൊണ്ട് കൊടുക്കുന്നത്, അതുപോലും അദ്ദേഹം ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയും നാൾ ഒരു കഷ്ടപ്പെട്ട് കൊണ്ടു തന്നു, അത് അവരോട് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ശാപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന. അപ്പോ ഇവരെന്തില്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഭാവിച്ച ദൈവമക്കൾക്ക് എന്താണ് ഭൗതികമായ അനുഗ്രഹങ്ങൾ ആത്മീയമായ അനുഗ്രഹത്തിൽ ഒളിഞ്ഞു കിടക്കും. അത് അവർക്ക് അറിയത്തില്ല. അത് കിട്ടണമെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്താണ് ആത്മീയ അനുഗ്രഹങ്ങളും ഭൗതിക അനുഗ്രഹങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന് ലഭിക്കത്തില്ല. അത് അവിടെ പഠിപ്പിക്കുന്നില്ല. അത് പഠിപ്പിക്കുന്നില്ല. നിത്യതയിലേക്കുള്ള കാര്യങ്ങളും പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കാതെ ഇവിടെ കിട്ടുന്ന അല്ലെങ്കിൽ ഇവിടെ സുഖസൗകര്യങ്ങളാണ് മാത്രമേ അവർ പഠിപ്പിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാം, ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ സന്തോഷകരമായി ജീവിക്കാം, അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്നു. അതിന്റെ പേരിൽ അതിന്റെ മറവിൽ കാശ് ഉണ്ടാക്കുന്ന രീതിയാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. അത് തെറ്റില്ല. കാരണം അദ്ദേഹം അപ്പോസ്തലൻ എന്ന് സ്വയം പറഞ്ഞു. കാരണം ക്യാൻസർ മാറ്റുന്നു, അതുകൊണ്ട് എനിക്ക് അപ്പോസ്തല പദവിയുണ്ട്. ആരാണ് അദ്ദേഹത്തെ അപ്പോസ്തലനാക്കിയത്? അദ്ദേഹം തന്നെ സ്വയമായിട്ട് പ്രഖ്യാപിച്ചതാണ് അദ്ദേഹം അപ്പോസ്തലനാണ്. അപ്പോസ്തലനായിട്ട് വാഴിച്ചില്ല. അദ്ദേഹം സ്വയമായി, കാരണം ഒരു രോഗിയെ സൗഖ്യമാക്കി. അപ്പം അദ്ദേഹം പറയും ക്യാൻസറിന് വേണമെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. കാരണം എവലി ഫീസിലാണ് തോന്നുന്നു അതിന്റെ തുടക്കത്തില് ഒരു വ്യക്തിയുടെ ക്യാൻസർ സൗഖ്യമായിരുന്നു. അപ്പൊ അദ്ദേഹം വിളിച്ചു പറഞ്ഞു എനിക്ക് സൗഖ്യമായി എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ നീണ്ടകാലം ജീവിച്ചിരിക്കേണ്ടതാണ്. അയാൾ കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു. അപ്പോ നമ്മൾ മനസ്സിലാക്കാൻ ഇവർക്കൊന്നും നീണ്ട കാലത്ത് ഒരു സൗഖ്യം കൊടുക്കാനുള്ള ശേഷിയില്ല. അതുപോലെ തന്നെ നമ്മൾ അതിലുള്ള ജിജോത്തോമസ് ഫസ്റ്റിന്റെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടു. ആ വീഡിയോയ്ക്കകത്ത് ഒരു അമ്മച്ചിയുടെ തലയ്ക്ക് കൈവച്ച് ജിജോത്തോമസ് പ്രാർത്ഥിക്കുകയാണ് ഇവരുടെ ബ്രെയിൻ ട്യൂമർ മാറും. പക്ഷെ അവർ 2 മാസം കഴിഞ്ഞപ്പോൾ അമ്മച്ചി മരിച്ചു വരും. അപ്പൊ ഇവർക്കൊക്കെയാണ് അങ്ങനത്തെ ഒരു ഹീലിംഗ് ആണോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വരേണ്ടത്? അവർക്ക് വരേണ്ട സൗഖ്യം അങ്ങനെയാണോ വരേണ്ടത്? പിന്നെ രോഗശാന്തിപരം എന്ന് പറയുമ്പോൾ ഒരു വരമാണ്. കാരണം അത് അപ്പോസ്തലന് മാത്രമല്ല, അത് ദൈവം എല്ലാവരും ചിലർക്ക് കൊടുത്തുന്നിരിക്കും. അത് ഞാൻ അതിനകത്ത് തെറ്റൊന്നും പറയുകയില്ല. കാരണം പ്രവചനപരം അതൊരു വരമാണ്. അത് എന്ന് വേണമെങ്കിൽ ദൈവത്തിന് അത് നീക്കം ചെയ്യാം. അപ്പോ അത് വേണമെങ്കിൽ നീക്കം ചെയ്യാം. രോഗശാന്തി വരം വേണമെങ്കിൽ നീക്കം ചെയ്യാം. അപ്പോ അപ്പോസ്തലനാണ് രോഗശാന്തി ചെയ്യുന്നു അല്ലെങ്കിൽ എനിക്ക് വരവുണ്ട് അതുകൊണ്ട് ഞാൻ അപ്പോസ്തലനാണെന്ന് പറയാൻ ഒക്കില്ല. അപ്പോസ്തലൻ എന്ന് പറയുമ്പോ എല്ലാ തരത്തിലും തെറ്റിദ്ധരുത്താനുള്ള അവകാശങ്ങളുണ്ട്. അവൻ ഏക ദൈവവിശ്വാസം. ഇപ്പൊ നമ്മൾ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവൻ പറയുന്നത് പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. ഇവിടുത്തെ അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്ന 3 ദൈവമുണ്ടെന്നും 3 ത്രിയേക ദൈവമാണെന്നും തൃത്വ ദൈവമാണെന്നും യേശു ക്രിസ്തുവിനെ അവർ ഉപയോഗിക്കുന്ന എന്തിനാ? രോഗസൗഖ്യം ലഭിക്കാനായിട്ടാണ്. വെള്ളിലേക്ക് വെക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദൈവത്തിന്റെ കാര്യം ചോദിക്കുമ്പോൾ 3 ദൈവമുണ്ട്, 3 വ്യക്തികൾ ചേർന്ന് 3 ദൈവങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്നതാണ് ഇവരുടെ രീതി. അങ്ങനെയുള്ള ഏത് അപ്പോസ്തലനായ പൗലോസ്, കാരണം അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അപ്പോസ്തലന്റെ പറ്റി ഞാൻ മൂന്നായി പോയി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിലേക്ക് നയിച്ച് നിങ്ങൾ എന്നെ വിശ്വസിക്കാതിരിക്കുന്ന കാരണം ഞാൻ നിസാരനെങ്കിലും അതിശ്രേഷ്ഠനായ അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 12:12 അപ്പോസ്തലന്റെ ലക്ഷണം പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും പ്രവൃത്തികളാലും നിങ്ങളുടെ
ഇടയിൽ വെളിപ്പെട്ട് വന്നുവല്ലോ. ഇതൊക്കെ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളിലും അപ്പോൾ ഏത് തെറ്റ് കണ്ടെന്ന് പറഞ്ഞാലും അതിനെ ചൂണ്ടിക്കാണിച്ച് ശാസിക്കുന്നവനാണ് അപ്പോസ്തലൻ എന്ന് പറയുന്നത്. അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ അയക്കപ്പെട്ടവനാണ്. ആ അയക്കപ്പെട്ടവൻ ദൈവം അയച്ചിട്ടാണ് അപ്പോസ്തലൻ വരുന്നത്. അപ്പൊ ദൈവമായിരിക്കും അവനെ വളർത്തിയെടുക്കുന്നത്, ദൈവമായിരിക്കും അവനെ പൊസിഷൻ. അപ്പൊ നമ്മള് ശൗല് എന്ന് പറയുന്ന പൗലോസ് പിന്നീട് പൗലോസായി മാറിയ ശൗല്. അപ്പോ ആ ഒരു വളർച്ചയിലേക്ക് വരണമെങ്കിൽ ദൈവം അവനെ വളർത്തിക്കൊണ്ട് വന്നു. അവൻ സ്വയമായിട്ടുള്ളതൊന്നുമല്ല, ദൈവം അവനെ വളർത്തുകയായിരുന്നു ആ ഒരു വളർച്ചയിൽ. അപ്പോ ആ ഒരു വളർച്ചയിൽ വളർന്നു വരണമെങ്കിൽ മാത്രം പോരാ, എന്ത് തെറ്റുണ്ടായാലും. ഇപ്പൊ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നെന്ന് പറഞ്ഞാൽ ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ കഴിവുള്ളവരായിരിക്കണം. അതാ അപ്പോസ്തലനെ അവിടുത്തെ വിഗ്രഹങ്ങളെ കണ്ടിട്ട് അവിടുത്തെ ആളുകളെ ശാസിക്കുന്നുണ്ട്, തെറ്റാണെന്ന് പറഞ്ഞു. ഒരു കാര്യങ്ങളും തെറ്റാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കാതെ കുറെ അധികം സാമ്പത്തിക നന്മകൾ തരാമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ സ്വതന്ത്ര സഭയിലെ അപ്പോസ്തലന്മാർ, സ്വയം പ്രഖ്യാപിത അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കിട്ടിയില്ലെങ്കിൽ അവർ ശപിക്കാൻ തുടങ്ങും. ഇരമ്യാവ് പണ്ട് പറഞ്ഞതുപോലെ ഇവരൊന്നും ദൈവം അയച്ചിട്ട് വന്ന പ്രവാചകന്മാരല്ല എന്ന് പറയുന്നതിന് ഇവർ ഉത്തമ ഉദാഹരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, മനസ്സിലായെന്ന് കരുതുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷെ മ്യൂട്ട് മാറ്റേ. താങ്ക് യു ബ്രദർ ഗീവറീസ്. ഞാൻ ലാസ്റ്റ് ഒരു ചോദ്യം ചോദിക്കുന്നത് പാസ്റ്റർ ജോയ് ജോസഫിനോടാണ്. ചോദ്യം ഇതാണ്, ഈ നമ്മള് 10,000 പേരെങ്കിലും ഇരിക്കുന്ന ഈ ഒരു കൂട്ടായ്മയില് ഇങ്ങനെ അദ്ദേഹത്തിന് റിസംബ്ലിംഗ് ആയിട്ടുള്ള ഒരു ഓഡിയോ കേൾപ്പിച്ചിട്ട് ദൈവമാണ് എന്നോട് ഈ സഭയ്ക്ക് ടൈത്ത് കൊടുക്കണ്ട എന്ന് പറയുന്നവനെയൊക്കെ ഞാൻ ശപിച്ചു കളയുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ സാമ്യമുള്ള ഒരു ശബ്ദം കേൾക്കുമ്പോഴും നിഷ്ക്രിയരായിട്ട് അറ്റ്ലീസ്റ്റ് ഈ അപവാദം ഉന്നയിച്ച് പണം കൊടുക്കണ്ട എന്ന് പറയുന്നവരെങ്കിലും എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിക്കാതെ ഇരിക്കുന്നത് എന്താണെന്ന് എനിക്ക് വളരെ ആശ്ചര്യമായി തോന്നിയിട്ടുണ്ട്. ഞാനോ നിങ്ങളിൽ ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവിടെ എഴുന്നേറ്റ് നിന്ന് ഇത് ചോദ്യം ചെയ്യുമായിരുന്നു. അപ്പോ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതൊന്നും ഇവരെ നയിക്കുന്ന ഈ ഇടയനും അല്ലെങ്കിൽ ഇവരുടെ ഈ സോക്കോൾഡ് അപ്പോസ്തലനും കണ്ണു കാണാത്ത കുരുടനാണ്. ഇയാൾ നയിച്ചു കൊണ്ടുപോകുന്ന ജനവും കണ്ണു കാണാത്ത കുരുടരാണ്. അപ്പൊ ഇവരുടെ കണ്ണ് തെളിയാതിരിക്കുകയും ഇവരുടെ കണ്ണ് മൂടിക്കെട്ടി ഇവരുടെ മടിശീല കുത്തിക്കവർന്ന് എടുക്കുകയും ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി അല്ലേ ഇദ്ദേഹം മാത്രമല്ല ഇദ്ദേഹത്തെ പോലെ സമാനമായി പ്രവർത്തിക്കുന്നവരെല്ലാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം ജോയ് പാസ്റ്ററിന് കേൾക്കാനുള്ള കാര്യം ഇതാണ്. പിന്നെ മറ്റൊരു കാര്യം, അദ്ദേഹം അപ്പോസ്തലനാണ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളിപ്പോ ഈ പല ആളുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ദളിതരുടെ അപ്പോസ്തലൻ എന്നൊക്കെ ചില രാഷ്ട്രീയക്കാരെ കുറിച്ച് പറയാറുണ്ട്. ദളിതരുടെ മേഖലയില് പ്രസംഗിക്കും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് പാർലമെന്റിലൊക്കെ ഈസ് എന്താണ് അപ്പോസ്തലൻ ഓഫ് ദി ദളിറ്റ്സ് എന്നൊക്കെ പറയും. അപ്പൊ അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം കർത്താവിന്റെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ ഈജിപ്തിലെ മന്ത്രവാദികൾ മോശ വടി താഴെയിട്ടപ്പോ സംഭവിച്ചതൊക്കെയും അവരിട്ടപ്പോഴും സംഭവിച്ചു. വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം സ്നാനപ്പെടാതെയും ഏകദൈവത്തെ വിശ്വസിക്കാതെയും ഇത്തരം കൂട്ടായ്മകൾ പ്രോസ്പെരിറ്റി മാത്രം പ്രസംഗിക്കുകയും പണം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇദ്ദേഹം ഒരു അപ്പോസ്തലൻ അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അദ്ദേഹം ഒരു അപ്പോസ്തലൻ ആയിരിക്കില്ലേ? അയച്ചത് ആരാണ് എന്നുള്ളതിലല്ലേ ആക്ച്വലി നമുക്കൊരു വ്യത്യാസം ഉണ്ടാവാൻ കഴിയുള്ളൂ. കാരണം ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർക്കുള്ള പ്രവർത്തനങ്ങളും അവരുടെ രീതികളും ഒക്കെ ബൈബിൾ നോക്കുമ്പോൾ നമുക്ക് വ്യത്യാസമായിട്ട് കാണുന്നുണ്ട്. മാത്രമല്ല അപ്പോസ്തലനായ പൗലോസ് പോലും പറയുന്നത് പാസ്റ്റർ മുമ്പ് സൂചിപ്പിച്ച യെരൂശലേമിലെ സഭയ്ക്ക് വേണ്ടിയിട്ട് മക്കെദോനിയ അക്കായ സഭകളെയൊക്കെ കവർന്നെടുത്ത് ഞാൻ അവരെ സഹായിച്ചു എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അപ്പോസ്തലൻ യെരൂശലേമിൽ കൊണ്ടുവന്നൊരു പള്ളി പണിയാൻ വേണ്ടിയല്ല അവരെ കവർന്നെടുത്തത്, മറിച്ച് ദരിദ്രരായ സഭാവിശ്വാസികളെ അവരുടെ ആവശ്യങ്ങളിൽ മുട്ടുതീർക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് പാസ്റ്റർ ഒരു അഭിപ്രായം എന്താണ് പറയാനുള്ളത്? ജോസ് റിസുവാഷ് ആദ്യം ചോദിച്ച ചോദ്യത്തിന് പ്രാരംഭത്തിൽ ഞാൻ മറുപടി പറയാം. ഒന്ന്, ഇദ്ദേഹത്തിന്റെ ഈ പ്രവചനങ്ങളും ഈ അപ്പോസ്തലനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം സാധുക്കളെ പണം പിരിക്കുവാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ ഇത് ചോദ്യം ചെയ്യാൻ അവിടെ ആരുമില്ലേ?
ഇത് ചോദിക്കാൻ, അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ആരും അവിടെ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് മറുപടി, അവിടെ വരുന്ന പലരും ദൈവരാജ്യത്തിൽ പോകണമെന്നുള്ള ഉദ്ദേശത്തോടെ വരുന്നവർ അല്ലായിരിക്കാം. ആണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പക്ഷേ നിങ്ങൾ പറയുന്നത് ശരിയല്ല. കാരണം ഞങ്ങൾക്ക് കഴിയും, ഞങ്ങളുടെ കഴിവനുസരിച്ച് ഞങ്ങൾ തരുന്നില്ലേ, ഞങ്ങൾക്ക് ചില സമയത്ത് തരാൻ പറ്റിയില്ലായിരിക്കാം. ഇങ്ങനെ ശപിക്കുകയാണോ, ഞങ്ങളുടെ തലമുറയെ ശപിക്കുകയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാൻ ഒരുവനും അവിടെ എഴുന്നേൽക്കാത്തതിന്റെ കാരണം ഇവരാരും ദൈവരാജ്യത്തിൽ പോകണം, യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിച്ച് കടന്നു വന്നിട്ടുള്ളവരല്ല. ഇവരെല്ലാം താൽക്കാലിക നന്മ കിട്ടും, ഞാൻ നിങ്ങളെ വാലല്ല തലയാക്കും എന്ന് പറഞ്ഞ് തലയാകാനും ഗൾഫിൽ പോകാനും അമേരിക്കയ്ക്ക് പോകാനും അവർക്ക് വീട് വെക്കാനും കാറ് മേടിക്കാനും അവർക്ക് ചുറ്റുപാടുകൾ ഈ ലോകത്തിൽ പലതും സമ്പാദിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടത്തെ അവിടെ നിർത്തിയിരിക്കുന്നു. അതല്ലേ കർത്താവിന്റെ വചനം എന്ന് പറയുന്നുണ്ടല്ലോ, തങ്ങളുടെ ഇഷ്ടത്തിന് സ്വന്തം ഹിതത്തിന് വേണ്ടി ജനങ്ങളെ വലിച്ചുകൊണ്ടുപോകുന്ന, ആടുകളെ വലിച്ചുകൊണ്ടുപോകുന്ന ഇടയന്മാർ അന്ത്യകാലത്ത് എഴുന്നേൽക്കുമെന്ന് പൗലോസ് വ്യക്തമാക്കി പറയുന്നുണ്ട്. ആടുകളെ മാനിക്കാത്ത തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ടു പോകുന്ന ഇടയന്മാർ അന്ത്യകാലത്ത് എഴുന്നേൽക്കും. അത് പ്രത്യേകിച്ച് പൗലോസ് എടുത്ത് പറയുന്നുണ്ട്. ഞാൻ പോയ ശേഷം അവരെ കുറിച്ച് പറയുന്ന കൊടിയ ചെന്നായ്ക്കൾ എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കൂടെ പോകുന്ന ഒരു വ്യക്തിക്കും ദൈവരാജ്യത്തിൽ പോകണമെന്നോ ദൈവരാജ്യത്തിൽ പോകാൻ എന്താണ് ചെയ്യേണ്ടത്, ഏത് വിധത്തിലാണ് ഞങ്ങൾ മുൻപോട്ട് പോകേണ്ടതെന്ന് ചോദിക്കാൻ ഉള്ളവരല്ല പുറകെ പോകുന്നത്. താൽക്കാലിക നന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ചൊറി മാറാൻ, അവരുടെ ക്യാൻസർ മാറുവാൻ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മ കിട്ടുവാൻ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മുൻപോട്ട് പോകുന്നവരായി മാത്രം. ഒരു കാര്യം ഞാൻ പറയാം, അദ്ദേഹം പറഞ്ഞു ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ അനുഗ്രഹം തടയും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഭരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് നമ്മൾ ചിന്തിക്കണം. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. അപ്പൊ സമ്പത്ത് കിട്ടണമെങ്കിൽ ആരെ അനുഗമിക്കണം? ദുഷ്ടനെ അനുഗമിക്കണം. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിലാണെങ്കിൽ ആ ദുഷ്ടന്റെ ആത്മാവുള്ള ചിലര് പറഞ്ഞാൽ ചിലരുടെ സമ്പത്ത് മുടങ്ങിപ്പോകും, നന്മ മുടങ്ങിപ്പോകും. അവരെ അനുസരിച്ചാൽ അവർക്ക് നന്മ കിട്ടും. അപ്പൊ ഈ ദുഷ്ടന്റെ കയ്യിൽ ഈ സമ്പത്ത്, ഈ ഭൂമിയിലെ സമ്പത്തും ധനവും സമൃദ്ധിയും എല്ലാം ഇരിക്കുന്നു. അതിന്റെ അധികാരിയുടെ ഒരു ഏജന്റാണ് താനെന്നാണ് ഈ സഹോദരൻ പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് പുറകെ പോകുന്ന ഒരു വ്യക്തിയെങ്കിലും ദൈവരാജ്യത്തിൽ പോകണം. ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ ഇവിടെ 8 കോടി രൂപയുടെ ഒരു ആലയം പണിതും ഇവിടെ ഒരു പ്രതാപശാലിയായി ജീവിക്കുക എന്നുള്ളതല്ല അതിന്റെ പ്രധാന വിഷയം എന്ന് ബോധമുള്ള ഒരു വ്യക്തിയും അവിടെ കാണുവാനില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഞാൻ പോയ ശേഷം ആടുകളെ തങ്ങളുടെ പിന്നാലെ ഇഴച്ചുകൊണ്ട് പോകുന്ന കൊടിയ ചെന്നായ്ക്കൾ വരുമെന്ന് പറയുന്ന ആ പൗലോസ് പറഞ്ഞ പ്രവചന നിവൃത്തി ഇപ്പോൾ തന്നിലൂടെ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തതായിട്ട് രണ്ടാമത് ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കാമോ? മ്യൂട്ടൊന്ന് മാറ്റിട്ടെ. ആ മ്യൂട്ട് മാറ്റണം പാസ്റ്ററെ, കേൾക്കുന്നില്ല. ശരിക്കും ഞാൻ പറഞ്ഞു വന്നത്, അപ്പോസ്തലൻ എന്ന് പറയുമ്പോ ദൈവം അയച്ചിട്ടുള്ളതിനെയും അപ്പോസ്തലൻ, ഞാൻ പറഞ്ഞത് ദളിതന്മാരുടെ അപ്പോസ്തലൻ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോസ്തലൻ എന്നുള്ളത് ജനറിക് ആയിട്ട് ഒരു ടേം ഉപയോഗിക്കുന്നത് സാധാരണ പൊളിറ്റിക്കൽ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇദ്ദേഹം കർത്താവിന്റെ അപ്പോസ്തലൻ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവ് ഉണ്ടല്ലോ, ഒരു അപ്പോസ്തലത്വത്തിന്റെ ആത്മാവ്. അത് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞില്ല, ഞാൻ കർത്താവിന്റെ അപ്പോസ്തലനാന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലവും പ്രവർത്തന രീതിയും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശാപവും ഒക്കെ നമ്മൾ പരിഗണിക്കുമ്പോൾ അപ്പസ്തോലത്വം അദ്ദേഹത്തിന് പറയുന്നത് പോലെ ഒരു അപ്പസ്തോലത്വം ഇല്ലേ? അതുകൊണ്ടുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതാണ് അല്ലേ? അത് സത്യത്തിൽ അതിനെക്കുറിച്ച് നമ്മുടെ ഗീവറീസ് ബ്രദർ നന്നായിട്ട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഒന്ന് ചോദിച്ചാല് ഇവര് യഥാർത്ഥത്തിൽ ദൈവത്തെ, ഇവർക്ക് ആർക്കും ദൈവത്തെ കണ്ടുമുട്ടി അല്ലെങ്കിൽ ദൈവിക അപ്പോസ്തോലിത്തിന്റെ പിന്നാലെ പോകണമെന്നുള്ള ആഗ്രഹമൊന്നും അവർക്കില്ല. പിന്നെ ഉണ്ട് പല അപ്പോസ്തലന്മാർ, ഇന്ന ദളിതന്റെ അപ്പോസ്തലൻ, അല്ലെങ്കിൽ മറ്റേ കത്തോലിക്കന്റെ അപ്പോസ്തലൻ, അല്ലെങ്കിൽ ഇന്ന അപ്പോസ്തലൻ എന്ന് പറയുന്ന പോലെ എവിടെയോ പുള്ളിക്ക് ഒരു അഭിഷേകമുണ്ട്. അത് സമ്മതിക്കുന്നു, പുള്ളിയെ സമ്മതിക്കുന്നു.
അത് ഈ ലോകത്തിലെ സമൃദ്ധി വിതരണം ചെയ്ത് കൊടുക്കുന്ന ആരോ ആ വ്യക്തിയുടെ അപ്പോസ്തലനാ പുള്ളി. അതെ. അല്ലാതെ ദൈവരാജ്യത്തിൽ പോകാനുള്ള അപ്പോസ്തലത്വമാണെങ്കിൽ ദൈവരാജ്യത്തിൽ പോകേണ്ടത് എന്താണെന്ന് വ്യക്തമായിട്ട് ഒന്നാമത് മാനസാന്തരപ്പെട്ടവൻ, രണ്ടാമത് പാപങ്ങളുടെ മോചനത്തിനായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവനാകണം. അവൻ ദ്രവ്യാഗ്രഹിയാകരുത്. ആ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണം. അവൻ ഇവിടെ ഒരു വലിയ മണിമേട പടുത്തുയർത്താൻ വേണ്ടി അതിന് തടസ്സം ജനങ്ങൾ നിൽക്കുന്ന കണ്ടപ്പോൾ തനിക്ക് ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം വാസ്തവത്തിൽ കർത്താവായ യേശുവിന്റെ അഭിഷേകം അല്ല. അത് ഈ ലോകത്തിലെ ധനത്തിന്റെയും താൽക്കാലിക നന്മ കൊടുക്കുന്ന ഒരു ശക്തിയുണ്ട് ഈ ലോകത്തിൽ. അത് ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയും. ആ ലോകത്തിന്റെ ദൈവത്തിന്റെ അഭിഷേകം തന്നെ ഭരിക്കുന്നു. അതിൽ നിന്ന് അദ്ദേഹത്തിന് മാനസാന്തരപ്പെടാൻ ഇനിയും അവസരമുണ്ട് എന്ന് വീണ്ടും പറയുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. വളരെ വ്യക്തമാണ് പാസ്റ്റർ ഉത്തരം. ഞാൻ ഒടുവിലായിട്ട് വിൽസം ബ്രദറിലേക്ക് വന്ന് വരികയാണെങ്കിൽ, ഇവിടെ നമ്മള് ഈ PG വരീസ് എന്ന് പറയുന്ന ഒരു പാസ്റ്ററെ എനിക്ക് വളരെ അടുത്ത് പരിചയമുണ്ട്. ഞാൻ കത്തോലിക്ക സഭ വിട്ട ആ വർഷം ഞാനും നമ്മുടെ ചെറുതോണിലെ തോമസേട്ടനും വർക്കി പാസ്റ്ററും ഒക്കെ കൂടെ ഒരു കൂട്ടായ്മ നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കട്ടപ്പനയിൽ അദ്ദേഹത്തിന്റെ ഒരു 2 ദിവസത്തെ കൺവെൻഷൻ, ഒരു 2 പകൽ പവർ കോൺഫറൻസും 2 രാത്രി മീറ്റിങ്ങുകളും സംഘടിപ്പിച്ച്, അപ്പൊ അദ്ദേഹത്തിന് ഒരു പരിചയമുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ അദ്ദേഹമായിട്ട്, പിന്നീട് നമ്മൾ ആ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ആത്മീയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ 8 കോടിയുടെ സഭയെ കുറിച്ച് തനിക്കൊരു കാഴ്ചപ്പാടുണ്ട് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോൾ ഈ ടിനു ജോർജിനോട് 8 കോടിക്ക് വരുന്ന ഒരു സഭ, നമുക്കറിയാം കത്തോലിക്കരുടെയൊക്കെ 8 കോടി പള്ളി എന്നൊക്കെ പറയുമ്പോൾ അവർ അധികവും ചെലവാക്കുന്നത് ലക്ഷറിക്ക് വേണ്ടിയാണ്. പള്ളിക്കകത്ത് അധികം പൈസ ചെലവാക്കുന്നത് ബിൽഡിങ്ങിന്റെ ബേസിക് സ്ട്രക്ചറിന് വേണ്ടിയല്ല, അതിനകത്തുള്ള ബിൽട്ടപ്പിന് വേണ്ടി, പിന്നെ അതിന്റെ വലിയ ഫ്രണ്ടിലുള്ള മുഖവാരങ്ങൾക്കും ലൈറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്. 8 കോടിക്ക് ഒരു ആരാധിക്കാൻ വേണ്ടിയിരിക്കുന്ന ആളുകൾക്ക് അത് നിറച്ച് ഫാൻ ഇടുകയോ അല്ലെങ്കിൽ ഇവൻ കുറച്ച് 1-2 AC വെച്ചാൽ പോലും ഒരു വലിയ ഹാൾ പണിതിട്ട് 8 കോടി രൂപയുടെ ആവശ്യമില്ല, ഇത്രയും വലിയൊരു കാര്യം ആവശ്യമില്ല എന്ന്, അത് ഒരിക്കലും ബിബ്ലിക്കൽ അല്ല എന്ന് ഈ PG വർഗീസ് ഒരു കാര്യം പറഞ്ഞു കൊടുക്കേണ്ടതായിരുന്നില്ലേ? അത് തന്നെയല്ല, ഇതൊരിക്കലും ദൈവികമല്ല, നമുക്ക് അങ്ങനത്തെ പള്ളികളല്ല, പുതിയ നിയമസഭയ്ക്ക് ഇത്തരം ബിൽഡിംഗ് അല്ല പള്ളി എന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തില്ല. രണ്ടാമത്തെ കാര്യം, ദൈവവചനം പറയുന്ന പരിജ്ഞാനമില്ലായ്കയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. ഇപ്പൊ ദൈവവചനത്തെക്കുറിച്ച് പരിജ്ഞാനമില്ലാത്ത കുരുടന്മാരായിട്ടുള്ള വിശ്വാസികളും അവിടെ ഇരിപ്പുണ്ട്. ഒരുപക്ഷെ വാസ്തവമായിട്ടും ഈ കാര്യത്തിൽ ഇതൊക്കെ തന്നെയല്ലേ ആക്ച്വലി ഇതിനകത്തുള്ള ഈ പ്രശ്നങ്ങൾ. ഇവരേക്ക് ഈ ബുദ്ധി മോശം വന്ന ഈ വിശ്വാസികളും അതുപോലെ തന്നെ ഗൈഡ് ചെയ്യാൻ ശരിയായ രീതിയിൽ ഗൈഡ് ചെയ്ത് നടത്തേണ്ടപ്പോൾ ഇങ്ങനൊരു താല്പര്യമുള്ളപ്പോൾ ഇതിങ്ങനെ അല്ലെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഇവരുടെ സീനിയർ ആയിട്ട് ഇവരുടെ മണ്ഡലങ്ങളിലുള്ള ആളുകളും കുരുടന്മാരായ വഴികാട്ടികൾ. അപ്പൊ ഇതെല്ലാം ചേർന്നിട്ട് ഇത്തരത്തിലൊരു അപജയം ആത്മീയ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ ഇടയായിട്ടില്ലേ? ഇതല്ലേ ആക്ച്വലി ബേസിക് പ്രശ്നം എന്നാണ് എനിക്ക് വിൽസനോട് ചോദിക്കാനുള്ളത്. അപ്പം പാസ്റ്റർ പറഞ്ഞ മാതിരി ഇങ്ങനത്തെ ആൾക്കാരാണ് ഇവർക്ക് മാർഗം കാണിച്ചു കൊടുക്കേണ്ടത്. സീനിയർ ആയിട്ടുള്ള പാസ്റ്റർ ആകുമ്പോൾ ചിലപ്പോൾ അവര് മാർഗം കാണിച്ചു കൊടുക്കുന്നവരായിരിക്കുന്നു ഞാൻ. പക്ഷേ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പറഞ്ഞതാണ് ഏറ്റവും വലിയ ഒരു ഞാൻ പറയട്ടെ ആത്മീയ ഒരു വിവേകമില്ലായ്മയാണ് അവിടെ പറഞ്ഞത്. ബേസിക്കലി ഒരു പുതിയ നിയമസഭയുടെ ഏതെങ്കിലും ഒരു സ്വരൂപം ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാം, യഹോവയുടെ ആലയം എന്ന് പഴയ നിയമത്തിൽ നമ്മൾ പറയുമ്പോൾ തന്നെ ആ ആലയം ഒരു ബ്രിക്കിന്റെ മേളിൽ ഒരു ബ്രിക്ക് കാണത്തില്ലെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുകയും ആ ആലയം ഇല്ലാതെയാകുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നു പുതിയ നിയമസഭയിലും വീടാന്തരമുള്ള പ്രാർത്ഥനയല്ലാതെ ഒരു കോമൺ ബിൽഡിംഗ് പോലും അതിനകത്ത് നമുക്ക് ഏത് സഭയ്ക്ക് എഴുതുന്ന ലേഖനങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. പിന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, ഇനിയും ദൈവത്തിന്റെ ആലയം എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാഴ്ത്തപ്പെട്ട ശരീരമാണ്. ആ ശരീരത്തിൽ ആണ് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നതെന്നും അത് ദൈവത്തിന്റെ ആലയവും പേടകവും ആകുന്നു എന്ന്, പുതിയ നിയമത്തിലെ പേടകവും ആകുന്നു എന്ന് പറയുന്നത്. അപ്പം
ഈ ഒരു പഴയ നിയമത്തിലെ യഹോവയുടെ ആലയവും പേടകവും എല്ലാം ഉൾപ്പെട്ടുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നമുക്ക് വേണ്ടി ആ യാഗം കഴിക്കപ്പെട്ട ശരീരവും അവൻ തന്നെ മഹാപുരോഹിതനും അതെല്ലാം സ്വർഗത്തിൽ ഒരുങ്ങി നിൽക്കുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ എല്ലാം പുതിയ നിയമസഭയ്ക്ക് വെളിപ്പെട്ട ആ ലേഖനങ്ങളാൽ വെളിപ്പെട്ട ഒരു സീനിയർ പാസ്റ്റർ ആണ് അവിടെ നിന്നുകൊണ്ട് പറയുന്നത് ഇത് യഹോവയുടെ ആലയമാണ്. അപ്പോൾ അവിടെ തന്നെ അവരുടെ അടിസ്ഥാനം മൊത്തം തെറ്റിക്കിടക്കുവാണെന്നുള്ള കാര്യത്തിൽ വളരെ നമുക്ക് ഒട്ടും സംശയമില്ല. അവർക്ക് ഒരു അടിസ്ഥാനവും വചനത്തെ പറ്റി ഇല്ല. അവർ അപ്പോസ്തോലന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നെങ്കിൽ അവര് സാത്താന്റെ അപ്പോസ്തോലന്മാരെന്ന് മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെന്തക്കോസ്ത് സഭ തന്നെയാണ് നമ്മൾ കാണുന്നത് വീട് വീടാന്തരം കയറി ഇറങ്ങി നിങ്ങളുടെ സഭയിൽ ഇങ്ങനെ വലിയ ആലയം പണിഞ്ഞു വെച്ചേക്കുന്നു, അതിനകത്ത് പല വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ഇതെല്ലാം തെറ്റാണ്, വചനത്തിൽ പ്രകാരം തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഇവരെ എല്ലാം ഇറക്കിക്കൊണ്ട് വന്നിട്ട് ഇന്ന് അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരുന്ന മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ആ കടലിലോട്ട് തെള്ളിയിടുന്ന പോലെ ആയിപ്പോയി. അവരെ കര കയറ്റേണ്ട ഒരു കൂട്ടമായിട്ടാണ് ഇവർ മുമ്പിൽ വന്നത്. നിങ്ങളുടെ എപ്പിസ്കോപ്പൽ സഭയിൽ എല്ലാം പ്രശ്നമുള്ളതാണ്, പുരോഹിതനുണ്ട്, പുരോഹിതനില്ല, ആലയമില്ല എന്നൊക്കെ എല്ലാം അവരെ പറഞ്ഞു ബോധിപ്പിച്ചിട്ട് അവരെ ഇറക്കിക്കൊണ്ട് വന്നിട്ട് ഇപ്പൊ അവരെ അതുപോലെ തന്നെ തിരിച്ച് ആ കൊള്ളരുതായ്മകളിലൊക്കെ എല്ലാം കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ ഈ സീനിയർ പാസ്റ്ററായിട്ട് അവർക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ട ആളും അതിനകത്തുനിന്ന് എന്തെങ്കിലും അംശം പറ്റുവാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ കൂടെ നിന്നുകൊണ്ട് യഹോവയുടെ ആലയമാണ് ഈ പണിയുന്നത് എന്ന് തെറ്റായി അവരെ പറഞ്ഞു ബോധിപ്പിക്കുന്നു. ഇതിലെല്ലാം ഈ പാസ്റ്റർ പാസ്റ്റർ ജോയ് പറഞ്ഞതുപോലെ ഇതിലെല്ലാം ഈ ആത്മീയ ശൂന്യത ഉള്ള ഇവരെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ തെറ്റ് തന്നെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരിക്കലും വചനത്തിനകത്ത് പോയി നോക്കുന്നില്ല. ഈ പാസ്റ്റർ എന്നോട് പറയുന്നത് തന്നെയാണോ അപ്പോസ്തോലന്മാർ ചെയ്തത്, ഈ മാതൃക തന്നെയാണോ മുന്നുള്ള സഭകളിലൊക്കെ ഉണ്ടായിരുന്നത്, എന്തിനു വേണ്ടി ഈ 8 കോടിയുടെ ചർച്ച ഉണ്ടാക്കണം? ഇത് വലിയൊരു ഹോളായിട്ട് ഉണ്ടാക്കിയിട്ട് അത് കല്യാണത്തിനും ഓഡിറ്റോറിയം ആയിട്ട് കൊടുത്തിട്ട് അതിനകത്തുനിന്ന് കാശുണ്ടാക്കാൻ വേണ്ടിയല്ലേ, അല്ലാതെ ഇത് ഒരു ആലയമോ അല്ലെങ്കിൽ ഇത് കൂടി വരേണ്ട ഒരു അത്യാവശ്യമുള്ള ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ആണോ ഈ പണിയപ്പെടുന്നതെന്നുള്ള ചോദ്യം അവർ ചോദിക്കുന്നില്ല. അതിൽ നിന്നും ഒരു ഇൻകം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, അതിൽ കൂടെ അവരെ കൂടുതൽ പവർഫുൾ ആക്കുക, എന്നിട്ട് അവരുടെ ആത്മീയ അടിമകളായിട്ട് ജീവിക്കുക. അവര് പറഞ്ഞാൽ മാത്രമേ മക്കളുടെ കല്യാണം നടക്കത്തുള്ളൂ, അവര് പറഞ്ഞാലേ അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നടക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു ആത്മീയ അടിമത്വത്തിലേക്ക് ഇവർ കടന്നു പോയിരിക്കുന്നു. അല്ലാണ്ട് നമുക്കൊന്നും പറയുവാൻ സാധിക്കത്തില്ല. ഇങ്ങനെയെങ്കിലുമുള്ള കാര്യങ്ങൾ അവർ ഇന്റർനെറ്റിൽ കണ്ടിട്ടും ഇങ്ങനത്തെ ആ ഒരു കാര്യങ്ങളെങ്കിലും കണ്ടിട്ട് ചിലരെങ്കിലും അതിൽ നിന്നും പിന്തിരിയട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എന്നിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ശരിയായ സുവിശേഷത്തിലേക്ക് കടന്നു പോകുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു വെരി മച്ച് ബ്രദർ. ഇന്ന് രാത്രി ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ള ഇത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയല്ല. സാന്ദർഭികവശാൽ ടിനു ജോർജ് എന്ന് പറയുന്ന അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഈ കർത്താവ് സംസാരിച്ചു എന്ന് അദ്ദേഹം കേൾപ്പിക്കുന്നതായ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമായി എങ്കിലും അദ്ദേഹം ഇത്തരത്തിൽ ഉള്ള ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുടെ ഇടയിലെ ഒരാൾ മാത്രമാണ്. അനവധിയായ ആളുകളുണ്ട് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും. ധാരാളം പ്രോസ്പെരിറ്റി ചർച്ചകളുണ്ട്. നിങ്ങൾ ഏതെങ്കിലും അപ്പസോലിയ അല്ലെങ്കിൽ പാരമ്പര്യ പെന്തക്കോസ്ത് സഭകളോ അല്ലെങ്കിൽ പട്ടത്ത സഭകളോ അങ്ങനെയുള്ള സഭകളിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന് നിങ്ങൾ ദൈവജനത്തെ രക്ഷ കാംക്ഷിച്ചാണ് ഇറങ്ങി വന്നിരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് ഈ വീഡിയോ മുഖാന്തരം പറയുവാനുള്ള ഒരു കാര്യം, നിങ്ങൾ അന്ധമായി ഇത്തരം പ്രോസ്പെരിറ്റി വാഗ്ദാനം ചെയ്യുന്നവരെ കണ്ണുമടച്ച് വിശ്വസിക്കരുത്. അവർ ഉപായത്തിൽ ചതിച്ച് നിങ്ങളെ ദരിദ്രരാക്കുകയും ഒപ്പം നിങ്ങളെ നരകത്തിയിൽ തള്ളിയിടുകയും ചെയ്യും. നിങ്ങൾ രക്ഷപ്പെടാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ യഥാർത്ഥ അപ്പസ്തോലത്വം എങ്ങനെയാണ് എന്ന് അറിയേണ്ടതിന് നിങ്ങൾ ബൈബിൾ നന്നായിട്ട് വായിച്ചു പഠിക്കുക. അപ്പസ്തോല പ്രവൃത്തി മുതൽ വായിച്ചു കഴിഞ്ഞാൽ തുടർന്നിങ്ങോട്ടുള്ള ലേഖനങ്ങളിൽ ആദിമ സഭ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, പാപങ്ങളുടെ മോചനം എപ്രകാരമാണ്, രക്ഷ മനുഷ്യനെ എങ്ങനെയാണ് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ അന്ത്യം എവിടെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ
വളരെ വ്യക്തമായിട്ട് വായിക്കാൻ കഴിയും. അത് നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ JCNDSD എന്ന് നിങ്ങൾ യൂട്യൂബിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ യഥാർത്ഥ അപ്പസ്തോലിക ഉപദേശം പ്രസ്താവിക്കുന്ന ധാരാളം വീഡിയോകൾ, 2500-600 വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ രക്ഷയ്ക്കായിട്ടാണ് ഇത്തരം ആളുകളെ അനുഗമിക്കുന്നതെങ്കിൽ നിങ്ങൾ കുരുടന്മാർ നയിക്കുന്ന കുരുടന്മാർ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ചാനലിൽ JCNDSDയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൽ നിന്ന് കേൾക്കുകയും നിങ്ങൾ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ ശരിയായ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചുവിടുകയും ചെയ്യുവാൻ ഈ വീഡിയോ ഉപകാരമായെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് യേശുക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പാനലിൽ വന്ന് സംസാരിച്ച എല്ലാ ദേവദാസന്മാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.